അപ്പം വഴിതെറ്റി പോവുകയാണ്. അന്നത്തെ കാലത്ത് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അക്സെപ്റ്റഡ് അല്ല. സിനിമ, ടെലിവിഷൻ ഇതൊക്കെ പറയുന്നത് ഒരു മകൻ വഴിതെറ്റി പോകുന്നതിൻ്റെ തുടക്കമാണ്. ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എങ്ങും എത്തുന്നില്ല, ഇങ്ങനെ സ്വപ്നങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ കല്യാണം കഴിക്കാനുള്ള പ്രഷർ ഇങ്ങനെ കൂടി വരുന്നു. എവിടെയെങ്കിലും എത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാണ് സ്ഥിതി. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞത് ബസ്സിനകത്ത് മ്യൂസിക് സിസ്റ്റവും ലൈറ്റ് സിസ്റ്റവും വെച്ച് ഡാൻസ് കളിക്കാനുള്ളതല്ലെന്നും ഒരു പഠനത്തിനുള്ള ഒരു ഉപാധിയാണ്, റിസർച്ച് ചെയ്യേണ്ടതാണ്. അതിൽ ഓരോ എലമെൻറ്റും നമ്മൾ ആസ്വദിക്കുക മാത്രമല്ല മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു സാധനമാണ്, അത് ഷെയർ ചെയ്യേണ്ടതാണ് എന്നുള്ള ഡെപ്തിലുള്ളൊരു ചിന്ത ഈ ബാല്യകാലത്ത് തന്നെ നമ്മുടെ തലയ്ക്കകത്ത് കയറി. ആ കാലത്ത് അത് മിസ്സായി. അതെനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പിതാവിനോട്. അക്കാലത്ത് ഒരു പരിശീലനം, ഒരു ചാനൽ ഓടിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അന്ന് കിട്ടിയ പരിശീലനം, അന്ന് പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്തു, അഡ്രസ്സ് ചെയ്തു, സൊല്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ടെക്നിക്ക്. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്, യെസ്, അത് ഒരു ഇൻട്രൊഡക്ഷനും ഞാൻ നൽകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് സന്തോഷ് ജോർജ് കുളങ്ങര, SGK. നമ്മൾ മലയാളികൾക്കൊക്കെ നമ്മുടെ ലോകം തന്നെ കാണിച്ചു തന്ന ഒരു ട്രെൻഡ് സെറ്റർ, ഒരു റെവല്യൂഷണറി എന്ന് വേണമെങ്കിൽ എനിക്ക് വിളിക്കാം. ഐ എം സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ സർ. വെൽക്കം ടു ദ ഷോ. ഈ സർവിലി കുറച്ച് നേരം കഴിയുമ്പോൾ സന്തോഷ് ഏട്ടാന്നൊക്കെ ആവാൻ സാധ്യതയുണ്ട്, പൊറുക്കണം പ്ലീസ്. കംഫർട്ട് ലെവൽ ഗോസ് അപ്പ്. സർ, ഇപ്പോൾ ഈ നമ്മുടെ ഷോയുടെ പേര് അയാം എന്നാണല്ലോ. അപ്പോൾ അയാം എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ യു ആർ എ ബിസിനസ് മാൻ, യു ബോൺ ഇൻ ടു എ ബിസിനസ് ഫാമിലി, ഒരു മീഡിയ ഹെഡാണ്, യു ആർ എ ടീച്ചർ, യു ആർ എ കമ്മ്യൂണിക്കേറ്റർ, യു ആർ എൻ ഓഥർ. ആൻഡ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ യു ആർ എൻ യൂട്യൂബർ, യു ആർ എ കണ്ടൻറ് ക്രിയേറ്റർ. ഈ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് എല്ലാം ക്യാരി ചെയ്യുമ്പോഴും അതിനകത്തുള്ള ഒരു കോമൺ ത്രെഡ് വിച്ച് ഹസ് ഇൻഫ്ലുവൻസ്ഡ് യുവർ ഓൾ അതർ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് ഇസ് ട്രാവലർ. എന്നോട് എഗ്രി ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ ബേസിക്കലി ട്രാവലറാണ്. ട്രാവലർ ഒരു സാധാരണ ട്രാവലറല്ല, മീഡിയയ്ക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നയാൾ. ബിക്കോസ് മീഡിയയാണ് എൻ്റെ പാഷൻ. ട്രാവല് അതിനൊപ്പം അങ്ങ് പോയതാണ്, സംഭവിച്ചതല്ല. ട്രാവൽ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും ഒരു പ്രൊഫഷനാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാലത്തല്ലല്ലോ നമ്മളൊക്കെ വളരുന്നത്. അപ്പോൾ പ്രൊഫഷനായിട്ടും നമ്മുടെ പാഷനായിട്ടും നമ്മളെടുത്തത് മീഡിയ തന്നെയാണ്. മീഡിയയിലാണ് എത്തേണ്ടത്. മറ്റേത് കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പം നമുക്ക് അറിയാം ട്രാവൽ കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. അന്ന് ദാറ്റ് മീൻസ് ഞാൻ ട്രാവൽ ആരംഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ 92-93 കാലത്ത് കേരളം മുഴുവൻ സഞ്ചരിച്ച് കേരള വിശേഷം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കി ദൂരദർശന് കൊടുത്തിരുന്നു. ആ കാലത്ത് തുടങ്ങിയതാണ് ട്രാവൽ. പിന്നീട് 97-ലാണ് ഞാൻ ഇൻ്റർനാഷണൽ ട്രാവലുകൾ ആരംഭിച്ചത്. അത് ഇൻ്റർനാഷണൽ ട്രാവൽ എന്നൊന്നും പറയാൻ പറ്റില്ല, നേപ്പാളിലേക്കായിരുന്നു ആദ്യത്തെ യാത്ര. അത് ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണല്ലോ. ഞാൻ ഒരു ചാനലിലും കമ്മിറ്റ് ചെയ്തിട്ടല്ല ഒരു പരിപാടി തുടങ്ങിയത്. സഞ്ചാരം ഞാൻ ആരംഭിക്കുമ്പോൾ ഇതാർക്കും വേണ്ടാത്തൊരു പരിപാടിയാണ്. ഈ കൺസെപ്റ്റ് ആർക്കും ഇഷ്ടമല്ല. കാരണം അന്ന് സീരിയലുകൾ, ടെലിഫിലിമുകൾ, കോമഡി ഷോകൾ ഇതൊക്കെ ജനം കാണുമെന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ യാത്ര ചെയ്യുക, ഈ യാത്ര ചെയ്തിട്ട് അത് ഡോക്യുമെൻ്ററി ആയിട്ടാണല്ലോ അന്നത്തെ കാലത്ത് ഇതിനെ പരിഗണിക്കുക. അതായത് ഒരു ട്രാവൽ ഷോ എന്ന് പറയുന്നത് സ്ഥലങ്ങൾ കാണിക്കുന്നു, അതിൻ്റെ കഥ പറയുന്നു, ചരിത്രം കാണിക്കുന്നു. ഇതൊക്കെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ആളുകൾ കാണുക. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പരിപാടിക്ക് ഒരു ചാനലിനും ആവശ്യമില്ല. തന്നെയുമല്ല എന്നെ വിശ്വാസവും ഇല്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മളിങ്ങനെ ഒരു ഷോ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ചാനലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതെങ്ങനെയാണ് പോസിബിൾ ആവുക? എത്ര വലിയ കോടീശ്വരൻ പോലും ഒരു രാജ്യത്തോ രണ്ട് രാജ്യത്തോ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് അത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ജനം. ആദ്യത്തെ ഒരു 5 വർഷത്തോളം ഈ ആശയം മനസ്സിലുണ്ടായത് മുതൽ ആദ്യത്തെ ട്രാവൽ തുടങ്ങി പിന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നവരെയുള്ളൊരു സമയം ഒരു 5 വർഷം പോയി. ഈ 5 വർഷം ഒരു ചാനലിലും വേണ്ടായിരുന്നത്. അങ്ങനെ 97-ൽ നേപ്പാളിലേക്ക് പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഒത്തിരി ക്രൈസിസ് ഉണ്ടാകുന്നു. കാരണം ഞാനൊരു പാക്കേജ് ടൂറിൻ്റെ കൂടെയാണ് പോയത്. അന്ന് എൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ 6500 രൂപയാണ് ഈ നേപ്പാൾ യാത്രയ്ക്ക്, എൻ്റെ പരിപാടിക്ക്. അങ്ങനെ അത് പോക്കറ്റിൽ നിന്ന് എടുത്തു. എല്ലാം ഞാൻ പോക്കറ്റിൽ നിന്നാണല്ലോ, അല്ലാതെ വേറെ എവിടെ നിന്ന് എടുക്കാനേ? ഇപ്പോൾ നമുക്ക് മറ്റൊരാളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞത് തന്നെ, ഇപ്പം ഞാൻ ജനിച്ചത് ഒരു ബിസിനസ് ഫാമിലിയിലല്ല. എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പോൾ എൻ്റെ ഫാദർ ഒരു പാരൽ കോളേജ് നടത്തിക്കൊണ്ടിരുന്നത് മരങ്ങാട്ടുള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ. പിന്നീട്
അദ്ദേഹം ലേബറിൻ്റെ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. അത് ഒരു ആളുകൾ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, അവരെ സഹായിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ഒരു ഗൈഡിൻ്റെ ഒരു മാസികാരൂപമായിരുന്നു അത്. അതൊക്കെ ഇങ്ങനെ വളരുമ്പോഴും എൻ്റെ താല്പര്യം അതിലായിരുന്നില്ല. എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയം തന്നെയായിരുന്നു. ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചു ഐ വിൽ ബി ഇൻ ടെലിവിഷൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു അപ്പോൾ. അപ്പോൾ ഒരു വശേ എൻ്റെ പിതാവിൻ്റെ സംരംഭം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഭാഗ്യവശാൽ, അല്ലെങ്കിൽ ഇപ്പം നോക്കുമ്പോൾ ഭാഗ്യവശാൽ, അന്ന് നിർഭാഗ്യവശാൽ ഒരു 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിയുമ്പോൾ ഫാദർ എന്നെ കോളേജ് വിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർലർ കോളേജിൽ തന്നെ എന്നെ കൊണ്ടുപോയി ചേർത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാനിപ്പോൾ ഒരു പ്രസിദ്ധീകരണം തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ വളർന്നു വരുന്നൊരു അന്ന് ട്രെഡിൽ പ്രസ്സിലൊക്കെ അത് അടിക്കുന്നത്. അതായത് ലോക്കൽ ഇങ്ങനെ ഓരോ ഷീറ്റ് എടുത്ത് ഇങ്ങനെ വെച്ച് അതിങ്ങനെ എടുത്ത് ഇങ്ങനെ അടുത്ത് വെച്ച് ഇത്രയും സൈസ് മാത്രമുള്ള ഷീറ്റുകൾ അടിച്ച് വന്നിട്ട് അതെല്ലാം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് ഒരു കവറിട്ട് മാസികയാക്കുന്ന ഏറ്റവും പ്രിമിറ്റീവായ പ്രിൻറ്റിങ് ഫെസിലിറ്റിയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെ സഹായിക്കാൻ മൂത്ത മകൻ എന്ന നിലയിൽ ഞാൻ വേണം. അപ്പം വേറൊരു കോളേജിൽ വിട്ട് കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ മരങ്ങാട്ടൂരിലെ ഈ പാർലർ കോളേജിൽ, അത് സ്വന്തം കോളേജ് ആയതുകൊണ്ട് പണി തിരക്കുള്ളപ്പോൾ അവിടെ എല്ലാ ദിവസവും പോകണമെന്നില്ല. അപ്പോൾ അവിടെ ഞാൻ 3rd ഗ്രൂപ്പിൽ എക്കണോമിക്സ്, ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് അവിടെ ചേരുന്നു. അപ്പം ഈ ബാക്കിയുള്ള സമയത്ത് പഠിത്തം കഴിഞ്ഞാൽ നേരെ ഞാൻ ഇങ്ങോട്ട് ഈ പ്രസ്സിലേക്കാണ് വരിക. പ്രസ് രാത്രി മുഴുവൻ എൻ്റെ ഒരു ചുമതലയാണ്. ഫാദർ രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് പോകും. അപ്പം നൈറ്റ് ഷിഫ്റ്റ് മാനേജ് ചെയ്യുന്നതും അതിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സും അതിന് ഇൻവോൾവ് ആകുന്നത്, ഈവൻ പ്രിൻറ്റിങ് വരെ. ഒരു ഷിഫ്റ്റ് ഞാൻ പ്രിൻറ്റ് ചെയ്യും. അക്കാലത്ത് മനോജ് എന്ന് പറയുന്ന ഒരാൾ വേറൊരു പ്രിൻ്ററുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി പ്രിൻറ്റ് ചെയ്യും. ഈ പ്രസ്സിന് അടുത്ത് ഇട്ടിരിക്കുന്ന 2 ബെഞ്ച് ചേർത്തിട്ടുണ്ടാവും. അതിലാണ് ഞാൻ കിടന്നുറങ്ങുക. അത് കഴിഞ്ഞ് നമ്മുടെ തന്നെ കോളേജ് ആയതുകൊണ്ട് രാവിലെ ഏറ്റവും കുളിച്ച് റെഡിയായി ഈ പ്രസ്സിൽ തന്നെ കുളിച്ച് നേരെ കോളേജിലേക്ക് പോകും. അത് തമ്മിൽ ഒരു 100 മീറ്ററിൻ്റെ അകലേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ജീവിതം, പ്രീ ഡിഗ്രി കാലം, മീൻസ് ഇന്നത്തെ +2. ശരിക്കും അത് മിസ് ചെയ്തില്ലേ ആ ഒരു കോളേജ് ലൈഫും? ആ കാലത്ത് അത് മിസ്സായി. അതെനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പിതാവിനോട് അക്കാലത്ത്. അതാ ഞാൻ പറഞ്ഞ ഭാഗ്യവശാല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്നുകൊണ്ടൊരു ഗുണം എന്താണ്, പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയുടെ മുഴുവൻ ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരുത്തൻ പണി പഠിക്കുകയാണ് മുഴുവൻ. അപ്പോൾ ഫാദർ ഒരു അധ്യാപകനാണ് ബേസിക്കലി. ഞാൻ പക്ഷേ ഈ ടെക്നോളജി എനിക്ക് ഭയങ്കരമായിട്ട് വഴങ്ങുന്ന ആളായതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഇതിനെ എങ്ങനെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വളർത്താം, ഈ ഐഡിയാസ് മുഴുവൻ അപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് കയറും. നമ്മളാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ മുതൽ അടുത്ത കണ്ടൻറ്റ് നമുക്ക് എങ്ങനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ അടുത്ത ടെക്നോളജി ഓഫ്സെറ്റിലേക്ക് ഇങ്ങനെ പോകാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ആ കൂടെ ഞാൻ വളർന്നു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഡിഗ്രി ദേവമാതാ കോളേജ് കുറവലങ്ങാട്, അത് ഒരു 6-7 കിലോമീറ്റർ അകലേ ഉള്ളൂ. അപ്പോൾ അവിടെ പോകുമ്പോഴും എനിക്ക് ഡ്യൂട്ടി ഉണ്ട് പ്രസ്സിലെ. ഇല്ല, അത് കണ്ടിന്യൂസ്. ഫാദർ ഹീസ് ദ ഓൺലി പേഴ്സൺ ടു റൺ ഇറ്റ്. ഫാമിലിയിൽ നിന്ന് വേറെ ആരുമില്ല. അപ്പം ഞാൻ തന്നെ ആണ് അദ്ദേഹത്തിൻ്റെ അപ്പം എല്ലാ കാര്യത്തിലും ഏത് പ്രശ്നത്തിലും ട്രബിൾ ഷൂട്ടിങ്, ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കാശെടുത്ത് കൊടുക്കുന്നതല്ല. ഈ ഫാദറിന് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് മരങ്ങാട്ടൂരിലും പരിസരത്തും എല്ലാം. ചിലർ അധ്യാപകരാണ്, ചിലർ ബാങ്ക് എംപ്ലോയീസാണ്, ചിലർ എൻജിനീയേഴ്സാണ്, പല മേഖലയിലുള്ളവരുണ്ട്, ചിലർ ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം അടുത്ത് നിന്ന് ഈ പൈസ വാങ്ങണം, കടം. അപ്പം അവിടെ ഇപ്പോൾ ലേബറിൻ്റെ നമുക്കകത്ത് പൈസയൊന്നും അത്ര ഇല്ല. അധ്യാപകർക്ക് ഒരു പുസ്തകം തുടങ്ങാനുള്ള പൈസയൊന്നും കയ്യിലുണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും കടം വാങ്ങും. ഈ കടം വാങ്ങുന്ന എല്ലാ മാസവും കൃത്യമായിട്ട് പലിശ കൊടുത്തിരിക്കുന്നത് 30 പേർക്ക് നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു 200 പേജ് നോട്ട്ബുക്ക് ഉണ്ട്. ഇതിലാണ് എൻ്റെ കണക്ക് മുഴുവൻ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട ജോലി എൻ്റേതാണ്. എല്ലാ ദിവസവും നോക്കണം. ഒരാളുടെ 10ാം തീയതി ആയിരിക്കും ഡ്യൂ ആകുക, വേറൊരാളുടെ 11ാം തീയതി. അപ്പോൾ അന്ന് പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഈ പലിശ എങ്ങനെയും മാർക്കറ്റിങ്ങുകാരെ പിടിച്ചിട്ടോ ഒക്കെ ഈ പൈസ മേടിച്ച് ഇത് കൊടുത്തില്ലെങ്കിൽ ഫാദർ ഫയർ ചെയ്യും. എവിടുന്ന് കൊടുക്കുന്നു എന്നൊന്നും പുള്ളി അറിയേണ്ട കാര്യം, അത് നിൻ്റെ ജോലിയാണ്, നീ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പം പുള്ളി +2 കഴിഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പണി തുടങ്ങുന്നത്. അത് ഞാൻ പറഞ്ഞത്, അത് ഭാഗ്യവശാലെന്ന് പറയാൻ കാര്യം, ഇന്നും ഞാൻ നിരവധി കാര്യങ്ങൾ ഒരേ സമയം മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പരിശീലനം ഒരു ചാനൽ ഓടിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അന്ന് കിട്ടിയ പരിശീലനം, അന്ന് പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്തു, അഡ്രസ്സ് ചെയ്തു, സൊല്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ടെക്നിക്ക്. അന്ന് ഫേസ് ചെയ്ത ഏതെങ്കിലും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി വിഷമിച്ച ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ആൻഡ് ഡിഡ് യു ഫൈൻഡ് എ സൊല്യൂഷൻ? അത് ആ സമയത്ത് എല്ലാ ദിവസവും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പ്രശ്നം പറയാനില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വേദനിച്ച അല്ലെങ്കിൽ തകർന്നു പോയ ഒരു സംഭവം ഉണ്ടായി. പഠിത്തം കഴിഞ്ഞു, ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ഞാൻ PGക്ക് മധുര കാമരാജ് യൂണിവേഴ്സിറ്റി പോയി ചേർന്നു. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ മദ്രാസിലേക്ക് മാറ്റാൻ ഞങ്ങൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവിടെ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പ്രാക്ടിക്കൽ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ ക്യാമറ പോലും കാണുന്നില്ല, അവിടെയാണ് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ ചാനൽസൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതിനിടയ്ക്ക് തന്നെ ഈ പഠിത്തത്തിനിടയ്ക്ക് തന്നെ ശിവപ്രസാദ് എന്ന് പറയുന്ന സംവിധായകനെ കൊണ്ട് ഞാനൊരു ടെലിഫിലിം ചെയ്യിക്കുന്നു. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഫാദർ വിഷ്വൽ മീഡിയ ആക്ടിവിറ്റികളെ ഒന്നും അധികം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഷ്ടപ്പെട്ട് ഇവിടെ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വേണം അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ. അപ്പം വഴിതെറ്റി പോവുകയാണ്. അന്നത്തെ കാലത്ത് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അക്സെപ്റ്റഡ് അല്ല. സിനിമ, ടെലിവിഷൻ ഇതൊക്കെ പറയുന്നത് ഒരു മകൻ വഴിതെറ്റി പോകുന്നതിൻ്റെ തുടക്കമാണ്. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട്, ആശങ്കയുണ്ട്. എന്നാൽ പുള്ളി ഏത് പുതിയ കാര്യത്തെയും സ്വീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ പൂർണ്ണമായിട്ടും പുള്ളിക്ക് അതിനെ എതിർക്കാനും പറ്റില്ല. പുള്ളി ഇതൊക്കെ ചെയ്തിട്ട് വേണ സമയമുണ്ടെങ്കിൽ അത് ചെയ്തോളൂ എന്നുള്ളതാണ് പുള്ളിയുടെ പോളിസി. അപ്പം അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ അന്ന് ഈ ടെലിവിഷനിലെ പ്രൊഡക്ഷനൊക്കെ നടത്തണമെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു ടെലിഫിലിം, ഈ സമയം എന്ന് പറയുന്ന ശിവപ്രസാദിനെ കൊണ്ട് ചെയ്യുന്ന ടെലിഫിലിമിന് അദ്ദേഹം എനിക്ക് 40,000 രൂപ തന്നു. യെസ്, അന്ന് അതുകൊണ്ട് ആ പ്രൊഡക്ഷൻ തീർന്നു. പക്ഷേ എനിക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല. ചൊവ്വേനേരെ മാർക്കറ്റ് ചെയ്തു, പരസ്യമൊക്കെ കിട്ടി. പക്ഷേ ഈ പരസ്യക്കാരൊറ്റ എണ്ണം പരസ്യം ഇട്ട് കഴിഞ്ഞ് പൈസ തന്നില്ല. സുന്ദരം എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഈ വിദ്വാൻ്റെ പേര് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 200 തവണ ഞാൻ മരങ്ങാട്ടുള്ളിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി പൈസ ഒന്ന് മേടിക്കാൻ. തമിഴ്നാട്ടുകാരനായിട്ടാണ് അയാൾ. ഇവിടെ വന്നിട്ട് ദൂരദർശനിൽ പോകുന്ന അക്കാലത്തെ എല്ലാ പരിപാടിയും മാർക്കറ്റ് ചെയ്യും. പൈസ നമുക്ക് തരില്ല. നമ്മൾ നടന്ന് മടുത്ത് നാണം കെട്ട് പിന്നെ പണി വേണ്ടാന്ന് വെച്ചിട്ട് നിർത്തും. ആ ഒരു അക്കാലത്തെ ഒരു കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കാം ഇപ്പോൾ സഫാരി തുടങ്ങിയപ്പോലും പരസ്യം വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കാൻ ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നടക്കാൻ എനിക്കിനി വയ്യ. ഈ പരസ്യക്കാരുടെ പുറകെ കാശ് മേടിക്കാൻ. പരസ്യം ഇട്ടോളാൻ പറയും എല്ലാവരും, കാശ് കിട്ടില്ല. അപ്പം നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു വളരെ വെൽതി ആയിട്ടുള്ള ഒരു വ്യക്തി, വളരെ കംഫർട്ടബിൾ. ഞാൻ എൻ്റെ കഥകൾ ഇനിയും പറയാനിരിക്കുന്നതേ ഉള്ളൂ, യഥാർത്ഥത്തിലുള്ള കഥകൾ. ഇത് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫാദറിനും എൻ്റെ സഹോദരിമാർക്കും, എൻ്റെ അമ്മ മരിച്ചുപോയി, അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുക ഈ കഥകളൊക്കെ. കാരണം അമ്മ അധ്യാപിക ആയതുകൊണ്ട് അമ്മ ഈ പെൻഷനാകുന്നതിന് മുമ്പ് ഈ ചിട്ടി പിടിച്ച പൈസയും ഒക്കെ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് എനിക്ക് തരും, ഫാദർ അറിയാതെ. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ല, ഈ സഞ്ചാരത്തിന് വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് ഈ 4 വർഷം ഞാൻ അനുഭവിച്ച യാതന എന്ന് പറയുന്നത്, അപ്പോഴത്തേക്കും ഞാൻ കല്യാണം കഴിച്ചു. ആ സമയത്ത് ഞാൻ ഈ ഓരോ യാത്രയ്ക്കും പോകണം. ഈ ഏഷ്യാനെറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ദൂരദർശനിൽ എന്ന് പറയുമ്പോൾ, നീ ഒരു രാജ്യം പോയിട്ട് കൊണ്ടുവന്ന് ഒരു 5 എപ്പിസോഡ് 2 എപ്പിസോഡും കൊണ്ട് വന്നിട്ട് സീരീസ് തുടങ്ങിക്കോളാൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ തുടങ്ങും. ഒരു മിനിമം 20 എപ്പിസോഡെങ്കിലും ഇല്ലാതെ ഇത് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചുണ്ടാക്കും എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പം പിന്നെ നമുക്ക് പിന്നെ കുറേ രാജ്യങ്ങളിൽ പോയേ പറ്റൂ. അപ്പോൾ ഓരോ യാത്രയ്ക്ക് മുമ്പ് ഭാര്യയുടെ കുറേ ആഭരണം കൊണ്ടേ വിൽക്കും, അല്ലെങ്കിൽ അമ്മയോട് ഇങ്ങനെ പൈസ വാങ്ങും. അതിനു മുമ്പ് ഞാനീ പറഞ്ഞ സമയമൊക്കെ ചെയ്യുന്ന കാലത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോളേജ് മാഗസിൻ്റെ പ്രിൻറ്റിംഗ് ആയിരുന്നു എൻ്റെ പ്രധാന വരുമാനം. അപ്പം നമുക്ക് സ്വന്തം പ്രസ്സുണ്ട്. പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ ഞാൻ ആശാനുമായി. അപ്പം ഞാൻ പഠിച്ച ദേവമാതാ കോളേജിലെ ഉൾപ്പെടെ കോളേജ് മാഗസിനുകളുടെ മുഴുവൻ പ്രിൻറ്റിങ്, ആ കോളേജ് മാഗസിൻ എഡിറ്ററൊക്കെ അന്ന് KSUക്കാരനാണ്. ഈ KSUക്കാരും SFIക്കാരും ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അവിടെ. അപ്പോൾ ഇവരുടെ ബന്ധത്തിൽ ആ പരിസരത്തുള്ള പാലാ സെൻറ്റ് തോമസ് കോളേജ്, പാലാ അൽഫോൻസ കോളേജ്, ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, അവിടുത്തെ എല്ലാ കോളേജുകളുടെയും എല്ലാ വർഷത്തെയും അടുത്ത ഒരു 5-6 വർഷത്തേക്ക് എനിക്കായിരുന്നു കോളേജ് മാഗസിൻ്റെ പ്രിൻറ്റിംഗ് കോൺട്രാക്ട്. ഇതും കൊണ്ട് ഞാൻ ശിവകാശി പോകും, അടിച്ചു കൊണ്ടുവരും. അന്ന് ഓരോ കോളേജ് മാഗസിനും അത്യാവശ്യം നല്ല ലാഭം കിട്ടും. ഈ കാശാണ് നമ്മളുടെ ഈ ടെലിവിഷൻ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. മനസ്സിലായില്ലേ? ഇതും കൊണ്ടാണ് സഞ്ചാരമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ പുതിയതായിട്ട് കല്യാണം കഴിക്കുമ്പോൾ വൈഫ് പുതിയതായിട്ടല്ല, അതിൻ്റെ കാര്യമുണ്ട്. അത് ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആൾ തന്നെയാണ്. ഞങ്ങൾ ക്ലാസ്സിൽ ഒരേ ക്ലാസ് ഞങ്ങൾ പഠിച്ചിരുന്നതാണ്. അവിടെ നിന്ന് തുടങ്ങിയ പരിപാടിയാണ്. ഈ പ്രശ്നക്കാരനാണ് അപകടത്തിൽ ചെന്ന് ചാടിയതാ, അറിഞ്ഞുകൊണ്ട് ചാടിയതാ. അതൊരു വലിയ സപ്പോർട്ട് സ്ട്രക്ചർ ആയിരുന്നു അല്ലേ? ഭയങ്കരമായിട്ട്. പക്ഷെ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് എങ്ങും എത്തുന്നില്ല. ഇങ്ങനെ സ്വപ്നങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ കല്യാണം കഴിക്കാനുള്ള പ്രഷർ ഇങ്ങനെ കൂടി വരുന്നു. മകൾക്ക് നിങ്ങൾ എത്ര വർഷം ഡേറ്റ് ചെയ്തു ഏകദേശം? അന്ന് ഉപയോഗിക്കില്ല, ഫലത്തിലത് തന്നെയാണ്. കോളേജിൽ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ തന്നെ ഞാൻ പിടികൂടി. പക്ഷേ ഇവളെന്നെ ഒരു 1.5 കൊല്ലം വെറുതെ നടത്തിച്ചു, വെറുതെ സമയം കളഞ്ഞു. ഷി വാസ് നോട്ട് വില്ലിങ് ബിക്കോസ് ഓഫ് ആ ഫാമിലി ഓർത്തഡോക്സ് ചിന്താഗതിയൊക്കെ കാരണം വീട്ടുകാരൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷി ട്രൈ ടു അവോയ്ഡ്. പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തില്ല. നമ്മൾ പണ്ടും അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ കൊണ്ടേ പോവുള്ളൂ, അങ്ങനെയാണ് നമ്മളുടെ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിൽ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ്.
അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി എൻ്റെ സുഹൃത്തുക്കളെ പ്രശ്നങ്ങളെ ടേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു പൊതുവികാരമായി മാറി, ഇവരെ കെട്ടിച്ചടങ്ങുന്നു. പ്രൊഫസർമാർ വരെ ഇന്ന് സന്തോഷിനെയും ഇവളെയും കണ്ടില്ലല്ലോ എന്നായി. അപ്പോൾ വളരെ അക്കാലത്ത് ഒരു പോപ്പുലർ പ്രണയമായിരുന്നു ഞങ്ങളുടേത്. അതൊരു നല്ല കഥയുണ്ട്. അവസാനം ഏതാണ്ട് സെക്കൻഡ് ഇയറിൻ്റെ ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും സമ്മതിച്ചു. പിന്നെ ഞങ്ങൾ തുറന്ന പ്രണയമായി. പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി കാലം ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ടെലിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാണല്ലോ, അപ്പോൾ തന്നെ ഒരു പന്തികേടുണ്ട് ഇതിനകത്ത്. ഈവൻ ടെലിവിഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് സംശയമായി. അപ്പോൾ അങ്ങനെ പിടിച്ച പിടിയാലെ അങ്ങനെ ഒരു 24 വയസ്സ് എത്തുമ്പോൾ എന്നെ കെട്ടിച്ചു, കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് രണ്ടും ഒരേ പ്രായമാണല്ലോ. റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ തന്നെ കൂടി. ഒന്നും കയ്യിലില്ലാതെയാണ് നമ്മൾ ഈ ചാടുന്നത് കല്യാണം കഴിക്കാൻ. ടെലിവിഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ സ്വപ്നങ്ങളും ഈ പറഞ്ഞ പാതി വഴിയിലെത്തിയ പല പ്രോജക്റ്റുകളും മാത്രമേ കയ്യിലുള്ളൂ, വരുമാനം കിട്ടുന്ന ഒന്നുമില്ല. അപ്പോൾ കല്യാണം കഴിച്ചപ്പം അവർക്ക് കിട്ടിയ കുറേ ആഭരണങ്ങളൊക്കെയാണ് പിന്നത്തെ 2-3 വർഷം നമ്മളുടെ ഈ സാധനം ഒന്നാലോചിച്ച് ഇന്ധനം. പിന്നെ ഈ പറഞ്ഞ കോളേജ് മാഗസിന് അതായതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മറുവശത്തുള്ള റിജക്ഷൻസും എവിടെ പോയാലും. ഹൗ ഡിഡ് യു ഹാൻഡിൽ ദോസ് റിജക്ഷൻസ്? അതാണ് ഈ നമ്മുടെ ഒരു ഡ്രീം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കല്യാണം കഴിക്കുന്ന നിന്നെ കൊണ്ടേ പോവുള്ളൂ എന്ന് തീരുമാനിച്ചത് ഈ പെൺകുട്ടിയെ കൂടെ കൂട്ടിയെന്ന് പറയുന്നത് പോലെ തന്നെ ടെലിവിഷനെ ഞാൻ ആദ്യം അതിനു മുമ്പേ കല്യാണം കഴിച്ചിരുന്നു. ഞാൻ കൊണ്ടേ പോകുള്ളൂ എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് ഇറങ്ങി എന്നുള്ളതും ടെലിവിഷനും ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നും ലോകയാത്ര ഇങ്ങനൊരു സീരീസ് തുടങ്ങാൻ പോകുന്നതൊക്കെ പറയുന്നത് വളരെ പരിഹാസത്തോടെ ആണെങ്കിലും എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കാണുന്നു അറിയുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇട്ടിട്ട് പിന്നെ തിരിച്ചോടാനും പറ്റില്ലാത്തൊരവസ്ഥ വന്നു. എവിടെയെങ്കിലും എത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാണ് സ്ഥിതി. അപ്പോൾ പിന്നെ ഇത് കയറി പിടിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സ്ഥിതി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തു പോകും. ഈ ട്രാവലിന്റെ സീഡ് എവിടെ നിന്നാണ് വന്നത്? കാരണം ഓക്കെ അത് ചെറിയൊരു ടൗണിലാണ്. എൻ്റെ ഫാദർ ഞാൻ പറഞ്ഞല്ലോ ഈ പാർലർ കോളേജാണ്, മരങ്ങാട്ടുള്ളി ആർട്സ് കോളേജ്. ഈ ആർട്സ് കോളേജ് ഒരു സാധാരണ പാർലർ കോളേജ് തന്നെയാണെങ്കിലും എൻ്റെ പിതാവ് ഒരു ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, അങ്ങനെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പം പുള്ളി എല്ലാ വർഷവും ഒരു തവണയെങ്കിലും ആ പാർലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയും നാട്ടിലെ പൗരപ്രമാണികളെയും ഞങ്ങൾ മക്കളും ഭാര്യയും തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. വർഷത്തിലൊരു തവണ ഒരു ടൂർ കൊണ്ടുപോകും. പുള്ളിയായിരിക്കും സംഘാടകൻ. അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ഒരു 4-5 ദിവസത്തെ ടൂർ ഉണ്ടാവും. ഇത് സൗത്ത് ഇന്ത്യ മുഴുവൻ ഞാനൊരു 7ാം ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഗോവ വരെ ഉള്ള സ്ഥലങ്ങൾ, അത് എല്ലാ വർഷവും ഒരു ടൂർ ഉണ്ടാവും. അപ്പോൾ മരങ്ങാട്ടുള്ളി പോലത്തെ ഒരു കുഗ്രാമം, തനി കുഗ്രാമം, അവിടെ ഒരു പള്ളിയുണ്ട്. ഒരു പള്ളിയുടെ അനുബന്ധമായിട്ടുള്ള ഒരു സ്കൂളുണ്ട്, ഒരു LP സ്കൂൾ, ഹൈസ്കൂള്. പിന്നെ കുറച്ച് പലചരക്ക് കടകൾ, ഒരു 1-2 ചായക്കടകൾ, പിന്നെ ഒരു സഹകരണ ബാങ്ക്. ഇതൊക്കെയാണ് അവിടെ പ്രധാനം. പിന്നെ KM മാണി മരങ്ങാട്ടുള്ളിക്കാരനായിരുന്നതുകൊണ്ട് മരങ്ങാട്ടുള്ളിക്ക് പ്രത്യേക ഒരു സൗജന്യം പോലെ ഒരു പോലീസ് സ്റ്റേഷൻ കൂടെ അനുവദിച്ചു. ഒരു കാര്യമില്ല, ആ പോലീസ് സ്റ്റേഷന് കേസേ ഇല്ല. അങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അടുത്ത പഞ്ചായത്തിൽ നിന്നൊക്കെയാണ് കേസ് അവിടെ കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രാമം. അപ്പോൾ അവിടെ നിന്ന് ഒരാൾക്ക് ജനിച്ചു വളർന്ന ഒരു കുട്ടിക്ക് ഒരു 7ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് സൗത്ത് ഇന്ത്യ മുഴുവൻ കാണുക മാത്രമല്ല, അന്ന് കോളേജ് ഈ ഓരോ ടൂറും പോകാൻ ഞങ്ങൾക്കുള്ള ഓഫർ തരുമ്പോൾ ഫാദർ ഒരു കണ്ടീഷൻ വെക്കും. ഈ യാത്ര കഴിഞ്ഞ് വന്നാൽ ഒരാഴ്ചക്കകം യാത്രാവിവരണം എഴുതി കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ പിടികിട്ടി കാണുമല്ലോ ഇത് എവിടുന്ന് ഈ സാധനം തലയ്ക്കകത്ത് കയറി എന്നുള്ളത്. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞത് ഈ ബസ്സിനകത്ത് മ്യൂസിക് സിസ്റ്റവും ലൈറ്റ് സിസ്റ്റവും വെച്ച് ഡാൻസ് കളിക്കാനുള്ളതല്ലെന്നും, യാത്ര എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പഠനത്തിനുള്ള ഒരു ഉപാധിയാണ്, റിസർച്ച് ചെയ്യേണ്ടതാണ്. അതിലെ ഓരോ എലമെൻറ്റും നമ്മൾ ആസ്വദിക്കുക മാത്രമല്ല മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു സാധനമാണ്, അത് ഷെയർ ചെയ്യേണ്ടതാണ് എന്നുള്ള ഡെപ്തിലുള്ളൊരു ചിന്ത ഈ ബാല്യകാലത്ത് തന്നെ നമ്മുടെ തലയ്ക്കകത്ത് കയറി. കാരണം തിരിച്ചു വന്നിട്ട് എഴുതാൻ അങ്ങോട്ട് പോകും. ഡയറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഡയറി ആയിട്ട് ഒരിക്കലും വലിയൊരു അബദ്ധം പറ്റി. ഞാൻ എഴുതി പോയി. അപ്പം ഞങ്ങൾ മൈസൂർ വഴി എവിടെയൊക്കെ പോവുകയാണ്. അപ്പം വയനാട് 4 മറ്റോ പഠിക്കുന്ന സമയം, 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയായിരിക്കും സ്വാഭാവികമായിട്ട്. ഇതൊരു 6ാം ക്ലാസ് വരെ ഇത് പോയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാദറിൻ്റെ ബിസിനസ് ഭയങ്കര പ്രതിസന്ധിയിലായി പൊട്ടിപ്പോയി. അപ്പോൾ പുള്ളിക്ക് ട്രാവൽ നടത്താൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ ഒരു 6ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ടൂർ പോയിട്ടില്ല. അപ്പോഴത്തേക്കും വീട്ടിൽ ഒത്തിരി പ്രതിസന്ധിയായി. ഫാദർ ഒരു സംരംഭകനായതുകൊണ്ട് ഈ തുടങ്ങിയ ആദ്യത്തെ കുറേ പ്രസ്ഥാനങ്ങളെല്ലാം പൊട്ടിയെന്ന് പറഞ്ഞാൽ വലിയ പൊട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് ബന്ധുക്കൾ വരെ ശത്രുക്കളാകുന്ന തരത്തിൽ പൊട്ടി. അതായത് എൻ്റെ ഒരു അമ്മാവൻ്റെ ഒക്കെ അടുത്തുനിന്ന് ഒത്തിരി പൈസ കടം വാങ്ങിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ഞങ്ങളുടെ ഉണ്ടായിരുന്ന കുറച്ച് റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ മൂപ്പർക്ക് കൊടുക്കേണ്ടിയൊക്കെ വന്ന്. അപ്പോൾ റബ്ബറിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം നിന്നു. ഇതെല്ലാം വലിയ ക്രൈസിസിലേക്ക് പോയൊരു കാലമാണ്. അപ്പോൾ യാത്രകളെല്ലാം നിന്നു. അമ്മയുടെ ശമ്പളം മാത്രമാണ് പിന്നത്തെ ഒരു സാധ്യത. ഈ ശമ്പളം എന്ന് പറഞ്ഞാൽ പലിശ കൊടുക്കാനേ തികയുള്ളൂ. ആ ഒരു ക്രൈസിസ് ഒക്കെ ഉള്ളൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോഴാണ് ട്രാവൽ നിന്ന് പോയത്. അപ്പൊ ഈ പക്ഷെ ഈ 4 അല്ലെങ്കിൽ 6 ക്ലാസ് വരെയുള്ള ഒരു കാലത്തെ യാത്രകൾ പക്ഷേ വലിയൊരു ഫൗണ്ടേഷൻ ഇട്ട് തന്നത്. ആ മൈസൂർ വഴിയുള്ള യാത്രയിൽ ആ യാത്രയിൽ ഞാൻ ഈ വയനാട് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് താമരശ്ശേരി ചുരം കയറി പോകുന്ന വഴിക്ക് എവിടെയോ വെച്ച് എൻ്റെ ഈ ഡയറി താഴെ പോയി, കയ്യിൽ നിന്ന് പോയി. എവിടെ പോയാന്ന് എനിക്കറിയത്തില്ല. ഏതായാലും വയനാട് ചുരം കയറുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ചുരം കയറാൻ പോവുകയാണെന്ന് വരെ എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ സാധനം കാണുന്നില്ല. അപ്പോൾ അതുവരെ എഴുതിയ സാധനം പോയി. പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററുണ്ട്, എൻ്റെ മൂത്ത സിസ്റ്ററിനെ മണിയടിച്ച് സിസ്റ്റർ എഴുതി മുഴുവൻ കോപ്പി അടിച്ച് അങ്ങനെ മാനേജ് ചെയ്തു. പക്ഷെ എന്തായാലും സബ്മിഷൻ ഉണ്ടല്ലോ. സംഭവിച്ചു. ഇല്ലെങ്കിൽ പണിയാവും, അടുത്ത ടൂറിന് കൊണ്ടുപോയില്ലെന്നൊക്കെയാണ് ഭീഷണി. അച്ഛൻ കുറെ ഓൺട്രപ്രണർഷിപ്പ് കുറെ പരിപാടികൾ ചെയ്തെന്നുണ്ടായിരുന്നു. വാട്ട് ഓൾ ഡിഡ് യു ട്രൈ? അത് ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യകാലത്തെ പുള്ളിക്ക് ഒരു റബ്ബർ നഴ്സറി ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബ പേര് കുളങ്ങര നഴ്സറി എന്ന് മറ്റോ പറഞ്ഞിട്ട്. അതായത് ഈ അക്കാലത്ത് റബ്ബർ ഈ നോർത്തേൺ കേരളയിലേക്ക് ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. തിരുവിതാംകൂറിൽ നിന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് ഈ കണ്ണൂർ, വയനാട് ഈ പ്രദേശങ്ങളിലേക്ക് ഒത്തിരി കുടിയേറും. അപ്പോൾ ഈ കുടിയേറുന്ന ആളുകളെല്ലാം അവിടെ ചെന്നിട്ട് ആദ്യം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ, മലബാറിലുള്ളവർ അധികം ഇത്തരം കൃഷിയിൽ വലിയ ഈ തോട്ടങ്ങളിലൊന്നും ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധയില്ല. അപ്പോൾ റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന കാര്യം. അപ്പോൾ ഈ റബ്ബർ തോട്ടങ്ങളിൽ പ്ലാന്റ് ചെയ്യാനുള്ള റബ്ബറിൻ്റെ തൈ വേണം, അതിനെ ബഡ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു പ്രദേശം മുഴുവൻ അക്കാലത്ത്, എൻ്റെ ബാല്യകാലത്ത് ഞാൻ നഴ്സറിയിൽ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരം വീട്ടിൽ 3-4 ജോലിക്കാരുണ്ട്. ഇവരുടെ ജോലി റബ്ബർ ബഡ്ഡിങ് ആണ്. അതായത് നല്ല ഉൽപ്പാദനശേഷിയുള്ള റബ്ബറിൻ്റെ ഈ ഇതിനായിട്ട് ക്രോസ് ചെയ്യുന്ന പ്രോസസ്സ് വീട്ടിൽ നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കറിയാം ഈ ബഡ്ഡിങ്ങൊക്കെ, ഞാൻ കേട്ടിട്ടുണ്ട്. ചെറിയ കത്തിയായിട്ട് ഇവർ വന്നിരുന്നിട്ട് മറ്റേതിൻ്റെ ഈ അറിയാമല്ലോ ഈ പണി ചെയ്ത് ഇങ്ങനെ കെട്ടി ഒക്കെ വെക്കുന്ന കാര്യം. പക്ഷെ അതെന്തോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഈ പറഞ്ഞ പോലെ തന്നെ മൂപ്പര് വളരെ ലിബറലായിട്ടൊരു മനുഷ്യനാണ്. ബേസിക്കലി ഒരു അധ്യാപകനാണല്ലോ. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ പലരും കാശൊന്നും കൊടുക്കില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊട്ടും. പുള്ളി വളരെ ലിബറലാണ് ഇപ്പോഴും. അതെ, ആര് കാശ് ചോദിച്ചാലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലും കൈ കാശുണ്ടെങ്കിൽ പുള്ളി എല്ലാവർക്കും അങ്ങ് കൊടുക്കും. അതിന് കണക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. പിന്നീട് ഒരു പ്രസ് ആരംഭിച്ചു. അത് ആർട്സ് പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതിലാണ് എൻ്റെ അങ്കിളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ ചില ബന്ധുക്കളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ സ്വപ്നങ്ങളോടെയാണ് തുടങ്ങിയത്. അപ്പോൾ മരങ്ങാട്ടുള്ളി പോലത്തെ ഒരു കുഗ്രാമത്തിൽ പ്രസ് തുടങ്ങിയിട്ട് ആരെ പ്രിൻറ്റിങ് കൊടുക്കാനാണ്? ആകപ്പാടെ ആ പള്ളിയിലോ അവിടുത്തെ അമ്പലത്തിലോ ഉണ്ടാകുന്ന ഒരു ഉത്സവത്തിൻ്റെ നോട്ടീസൊക്കെയാണ് അടിക്കാൻ കിട്ടുക, പിന്നെ അല്ലെങ്കിൽ വല്ല കല്യാണക്കുറിയൊക്കെ. അപ്പം അതുകൊണ്ടൊന്നും ഓടില്ലെന്നായി. അവസാനം അതൊരു 3-4 കൊല്ലം ഓടിയപ്പോഴത്തേക്കും ഹെവി, അതിന് വലിയ ഒരില്ലേ പ്രതിസന്ധി ആവില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് അക്കാലത്ത് എന്താണ് ഡ്രൈ ക്ലീനിങ് സെൻറ്റർ തുടങ്ങാനുള്ള ഒരു ശ്രമമാണ്. അതെന്തോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൂട്ടി, അതുകൊണ്ട് നടന്നില്ല. ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഞാനിപ്പോൾ അതിന് ശേഷം സംഭവിച്ചൊരു കാര്യം, എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഏറ്റവും കൂടുതൽ ഉള്ള ഒരാളാണ് ഞാൻ. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത് ഇൻ ദ സെൻസ്, വരുന്നത് ഞാൻ ഇത്ര രൂപ ചിലവുണ്ടെങ്കിൽ എങ്ങനെ അതിനുള്ള ഇൻകം ഉണ്ടാക്കാം, ആ ചിലവിന് ഇൻകവും മാച്ച് ചെയ്യണം എന്ന ആ പാഠം ഞാൻ പഠിച്ചത് എൻ്റെ ബാല്യകാലത്ത് നിന്നാണ്. അപ്പം ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഒരു ചൈൽഡ്ഹുഡാണ്. ഈ ഒരു സ്ട്രെസ്സും പ്രഷറും ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി എല്ലാം കണ്ട് വളർന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഒരു സേഫ് മോഡ് എടുക്കാനായിരിക്കും നാച്ചുറലി ഒരു ഡ്രൈവ്, നമ്മളൊരു സേഫ് പാത്ത് എടുത്ത് പോവുക. കാരണം ഇതൊക്കെ കണ്ട് വളർന്നുകൊണ്ട്. ഇത് നേരെ തിരിച്ച് യു ആർ ഓൾവേസ് ടേക്കിംഗ് റിസ്ക്. ഞാൻ പറഞ്ഞല്ലോ, ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു മീഡിയ എന്നെ ഭയങ്കരമായിട്ട് ഭ്രമിപ്പിച്ചു. അതിൻ്റെ തുടക്കം എൻ്റെ വീട്ടിൽ നിന്നല്ല. ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് ടെലിവിഷൻ എനിക്ക് തോന്നുന്നത് 84-ൽ, ഞാനന്ന് സ്റ്റുഡൻറ്റാണ്, 6-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിലോ പഠിക്കുക. എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ വീട്ടിലാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ആദ്യം ടെലിവിഷൻ വരുന്നത്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. അത് ഇങ്ങനെ ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള പാലാ ടൗണിൽ പോയി ഇത് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഒരു ഓട്ടോറിക്ഷയുടെ മുകളിൽ കെട്ടിവെച്ച് മറ്റും കൊണ്ടിരുന്നു. ഇത് കൊണ്ടുവന്ന് അവിടെയുള്ള വലിയൊരു ആഞ്ഞിലി മരത്തിൻ്റെ മുകളിൽ കൊണ്ട് ഇതിൻ്റെ ആൻറ്റിന കൊണ്ടുപോയി സ്ഥാപിക്കുന്നു. എന്നിട്ട് ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളും നല്ല നാട്ടുകാരും മുഴുവൻ ഉണ്ടോ ആ വീട്ടിൽ. ഇത് ആദ്യമായിട്ട് വിഷ്വൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സന്തോഷേട്ടന് എത്ര വയസ്സുണ്ട് അപ്പോൾ? 6-ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പം 6-ഉം 11. അപ്പം ഇത് ഫിറ്റ് ചെയ്യുന്നു, അതിൻ്റെ കേബിൾ വലിക്കുന്നു, ഞങ്ങളൊക്കെയാണത് ഗ്രെയിൻസ് വരുന്നു. ഈ ഗ്രെയിൻസ് കാണാൻ തന്നെ ഇത് മണിക്കൂറുകളിൽ നമ്മൾ അതിന് മുമ്പ് പോയിരിക്കും. പിരിപിരിപ്പിരാന്ന് ഇത് മാത്രം, അതുപോലും വിഷ്വലാണല്ലോ നമുക്ക്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആ പ്രദേശത്തെല്ലാം ഞങ്ങളുടെ വീട്ടുകാർ തന്നെയാണ് ഏകദേശം. ഫാദറിൻ്റെ അനിയന്മാർ അല്ലെങ്കിൽ ചിറ്റപ്പന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്, ഇതൊക്കെ.
അപ്പോൾ ഒരു സ്ലോപ്പ് മുഴുവൻ ഞങ്ങളുടെ അടുത്ത വീടുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ ഫാദറിൻ്റെ അനുജൻ്റെ വീട്ടിലേക്ക്, 10-15 മിനിറ്റ്. അപ്പം ശനി ഞായർ ഞങ്ങളുടെ വീട്ടിലെ പ്രധാന ആക്ടിവിറ്റീസ്, ക്ലാസ്സിലല്ലോ, അമ്മയ്ക്കും ക്ലാസ്സില്ല, ഫാദർ പക്ഷേ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല, പുള്ളി പറഞ്ഞ പുതിയ സംരംഭത്തിന് പോയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഞങ്ങളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് നെല്ല് പുഴുങ്ങി ഉണങ്ങണം. ഞങ്ങൾക്ക് തന്നെ പാടമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊയ്തെടുത്ത് ഉണക്കിയ നെല്ല് സാറ്റർഡേ സൺഡേ മാത്രമേ ഞങ്ങൾക്ക് അമ്മയ്ക്കും സമയം കിട്ടുള്ളൂ. അപ്പം ഈ നെല്ല് തലേദിവസം വൈകിട്ട് പുഴുങ്ങി ഒന്ന് തിളപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഒന്നുകൂടെ പുഴുങ്ങി സാറ്റർഡേ പകൽ മുഴുവനും സൺഡേ പകൽ മുഴുവനും ഇത് ഉണങ്ങി ചാക്കി കെട്ടി വെക്കണം. അപ്പോൾ നല്ലൊരു ജോലിയാണ്. അപ്പോൾ എൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇതിന് വേണ്ട വിറക് സംഘടിപ്പിക്കണം. അപ്പോൾ ഞങ്ങൾക്കൊരു റബ്ബർ തോട്ടമുണ്ട്, കുറച്ച് അകലെയാണ്. അത് ഈ പറഞ്ഞ എൻ്റെ ഫാദറിൻ്റെ അനുജൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ്. അവിടെ പോയി 82-ലോ 83-ലോ മറ്റൊക്കെ വലിയൊരു വേനൽക്കാലം ഉണ്ടായി, ഉണക്കുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ കുറേ റബ്ബർ മരം ഉണങ്ങിപ്പോയി. അപ്പോൾ ഈ ഉണങ്ങിപ്പോയ റബ്ബർ മരം മുഴുവൻ വെട്ടി വിറകായിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവരണം. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ തലയാഴ്ച ഉണങ്ങിയ നെല്ല് മില്ലിൽ കൊണ്ടുപോയി കുത്തിക്കണം. അത് ആണ്ടൂർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അവിടെ തലയിൽ ചുവന്ന് ഈ മില്ലിൽ കൊണ്ടുപോയി നെല്ല് കുത്തണം, ഇത് തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ പകല് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ചൈൽഡ് ലേബർ ആയിരുന്നു. ഇന്നാണ് കുറ്റകരമായ ശിക്ഷയാണ്. പിന്നെ ഞങ്ങളുടെ ഈ റബ്ബർ തോട്ടത്തിൽ തന്നെ കുറേ പ്ലാവൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ചക്ക ഇട്ടുകൊണ്ട് വരണം, പ്ലാവെ കയറണം വലിഞ്ഞ്. എന്നിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒപ്പം ജീവിക്കുന്ന എൻ്റെ പ്രായമുള്ള പലർക്കും ഇല്ലാത്ത എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ഇത്. അധ്യാപകരാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ അമ്മയാണ് ഈ വീട്ടിലെ ക്രൈസിസിനെയൊക്കെ ഈ മട്ടിൽ ജോലി ചെയ്ത് മാനേജ് ചെയ്തത്. മനസ്സിലായില്ലേ? പണമില്ലായ്മ പുറത്ത് കാണിക്കാതെ എങ്ങനെ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് പോകാം, അതിന് മക്കളെ കൊണ്ടാണ് പണിയെടുപ്പിക്കുന്നത്. എൻ്റെ സിസ്റ്റർ, എൻ്റെ മൂത്ത സിസ്റ്റർ, എൻ്റെ അനിയത്തി, ഞങ്ങൾ 3 പേരും നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. നന്നായിട്ട് പശുവുണ്ട്. ഈ പശുവിനെ കൊണ്ടുപോയി കുളിപ്പിക്കണം, അതിന് പുല്ല് വെട്ടിയിട്ട് കൊടുക്കണം, സാർവ ജോലി. ഇതിൻ്റെ റിവാർഡാണ് ഇതിലെ രസകരം. വൈകുന്നേരം 6 മണിയാകുമ്പം ഈ ഫാദറിൻ്റെ അനിയൻ്റെ വീട്ടിൽ പോകാൻ സമ്മതിക്കും. 1 മണിക്കൂർ പോയി TV കാണാം. കഷ്ടകാലത്തിന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ദൂരദർശനിലെ പരിപാടി എന്നറിയാവുന്നൊക്കെ ഹിന്ദിയിലുള്ള കൃഷി ദർശൻ. ഒരു കാർന്നവർ വന്ന് കയ്യിലൊരു കെറ്റിലുമായിട്ട് വരും, ഒരു മാങ്ങാണ്ടി കൊണ്ടുപോയി ഉണക്ക മണ്ണി കുഴിച്ചിടും, അതിന് നനയ്ക്കും. ഇതാണ് ഓരോ മണിക്കൂർ പരിപാടി, അല്ല 1/2 മണിക്കൂർ. ചിത്രകാരാണ്. പിന്നെ 8:30 മുമ്പ് തിരിച്ചു വരണം. ഇത് 6 മണി മുതൽ 7 മണി വരെ അനുവാദമുള്ളൂ. അപ്പോൾ ഈ കൃഷി ദർശനായിരിക്കും മിക്കവാറും. ഈ കൃഷി ദർശനം പോയിരുന്ന് ആസ്വദിക്കുക. അപ്പോഴും നമ്മളുടെ മനസ്സിൽ ആ സമയത്തായിരിക്കണം ഇത് കയറിയിട്ടുണ്ടാവുക. യെസ്, ഈ സ്ക്രീനിൽ ഒരു ദിവസം കയറണം. അപ്പോൾ അച്ഛൻ ഈ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, വിഷ്വൽ മീഡിയയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതിലേക്ക് ചുവട് വയ്ക്കുന്ന സമയത്തും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ പ്രശ്നം എന്താ അറിയോ, ഇപ്പം നമ്മൾ ഉണ്ടായോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നതിന് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാനൊരു വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ഞാൻ നടപ്പാക്കുന്നു. ഇപ്പോൾ സഫാരി എന്ന് പറഞ്ഞ ചാനൽ. ഞാൻ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്ന എൻ്റെ മക്കൾ അത് ടേക്കപ്പ് ചെയ്യുന്നല്ലേ അടുത്ത ഘട്ടത്തിലേക്ക്. അവരുടേത് വേറൊരു വഴിയാണെന്ന് ഓർത്ത് തിരിഞ്ഞു പോകുമ്പോൾ എന്തായിരിക്കും ഒരു പിതാവിനുണ്ടാകുന്നത്? അവരുടേത് ഇതിനേക്കാൾ മികച്ചൊരു വഴി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ റിവാർഡിങ്ങും ആയിരിക്കാം. പക്ഷേ എങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊരു സാധനത്തിന് തുടക്കമിട്ട് ഒരു പിതാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? അതെല്ലാം ആ സംഘർഷങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് എന്തെങ്കിലും സന്തോഷം എൻ്റെ വൈഫിനെ ഒന്ന് മീറ്റ് ചെയ്യണം. അവർ പറയാൻ പോകുന്ന കഥകളായിരിക്കും. എൻ്റെ ഈ എല്ലാ പ്രവർത്തനത്തിലും ഈ പറഞ്ഞ അമിത റിസ്ക് മുതൽ ഒരു റിവാർഡും ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന കാര്യങ്ങളാവട്ടെ, എന്തുമാവട്ടെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗംഭീരമായ സെലക്ഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. കാരണം ഞാൻ പല ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഡിസിഷൻ അതായിരുന്നു. ആദ്യത്തെ ഒരു ദിവസം കോളേജ് വെച്ച് തന്നെ കണ്ടപ്പോൾ ഇവളെ കൊണ്ട് ഞാൻ പോകുള്ളൂ എടുത്ത ആ ഡിസിഷൻ ഉണ്ടല്ലോ, അതൊരു അപാര ഡിസിഷൻ ആയിരുന്നു. ഐ അണ്ടർസ്റ്റാൻഡ്. ഈ യാത്രയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു കുശുമ്പാണ്. കാരണം യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും ഞങ്ങളുടെ ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ യാത്രയെ എന്നെങ്കിലും ഒരു രാജ്യത്തേക്ക്, ഒരു കൺട്രിയിലേക്ക് എനിക്ക് എമിഗ്രേറ്റ് ചെയ്യണം എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഏത് സ്ഥലമായിരിക്കും? ആൻഡ് വൈ? ഒത്തിരി രാജ്യങ്ങൾ എനിക്ക് അങ്ങനെ യാത്ര ചെയ്ത് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമല്ല. അതിൻ്റെ കാര്യം ചെയ്യില്ല. ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ ഒത്തിരി രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏത്? യൂറോപ്പിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ ഇപ്പം മോണ്ടിനീഗ്രോ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്. അത് വലിയ റിച്ചൊന്നുമല്ല,
പക്ഷേ എനിക്ക് അവിടുത്തെ ലൈഫും അവിടുത്തെ ആംബിയൻസ്, അവിടുത്തെ നേച്ചർ, അവിടുത്തെ ഹെറിറ്റേജും ഹിസ്റ്ററിയും, അവിടെ ഹിസ്റ്റോറിക് സിറ്റികൾ കടലിൻ്റെ തീരത്ത്, അതായത് നമ്മളെ മൂന്നാർ എടുത്തിട്ട് കടൽ തീരത്തേക്ക് എടുത്ത് വെച്ചെങ്ങനെ ഉണ്ടാവും? ആ മല മുഴുവൻ കടലിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഈ കടലിനും ഈ മല തുടങ്ങുന്നതിനിടയ്ക്കുള്ള ഒരു നാരോ സ്ട്രെച്ച്, മീൻസ് കൂടിപ്പോയ ഒരു 200 മീറ്റേഴ്സ് ഉണ്ട്. അവിടെ മുഴുവൻ ഒരു 1000 വർഷം അല്ലെ 1500 വർഷം പഴക്കമുള്ള കല്ലുകൊണ്ട് യൂറോപ്യൻ ശൈലിയിൽ കൊത്തി പണിത സിറ്റിയാണെന്ന് ഇരിക്കട്ടെ. അതിലൊരു സിറ്റി സ്ക്വയർ, ഫുഡ് സ്ട്രീറ്റുകൾ, ഇതൊക്കെയാണെന്ന് ഇരിക്കട്ടെ. ഒരു വശം പർവ്വതം ഇങ്ങനെ നിൽക്കുന്നു, മറ്റേത് നല്ല നീലക്കടൽ, നീലയല്ല ഇളം എന്താണ് പച്ച, ഇതൊക്കെ ആയിട്ട് അടിയിലെ ഉരുളൻകല്ലുകൾ ഇവിടെ നമുക്ക് കാണാവുന്ന കടൽ. അവിടെയൊക്കെ ജീവിച്ച് ജീവിതാവസാനമൊക്കെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അവിടെ ഒരു വില്ലയൊക്കെ വാങ്ങി ജീവിക്കണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലുള്ള പല സ്ഥലങ്ങളുണ്ട്. ഈവൻ എത്യോപ്യ, ആഫ്രിക്കയിലെ എത്യോപ്യയിലെ ഏതെങ്കിലും ഒരു ഉൾഗ്രാമത്തിൽ ഒരു ലോകത്തിൻ്റെ ടെൻഷനും ഇല്ലാതെ കുറച്ചു കാലം ജീവിച്ചാൽ കൊള്ളാമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ വികസനത്തിൻ്റെ പേരിലല്ല, ദ ലൈഫ്. ആൻഡ് ഏറ്റവും അധികം വാല്യൂസ്, ഏറ്റവും അധികം സ്നേഹം തോന്നിയ ആൾക്കാർ അവരെവിടെയാണ്? അത് കൂടുതലും അവികസിതമായ നാടുകളാണ്. അവർ പൊതുവേ നിഷ്കളങ്കമായിട്ടാണ് നമ്മുടെ അടുത്ത് ഇടപെടുന്നത്. മധ്യേഷ്യൻ രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ. ഇവരുടെയൊക്കെ ഉൾനാടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ, ചില ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പം ഇവർ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാമറയൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. അവരിതേ വന്നൊക്കെ തൊട്ട് നോക്കും. ഇവരുടെ ഏറ്റവും വലിയ കൗതുകം ഇതിനകത്തൂടെ ഒന്ന് കാണുക എന്നുള്ളതാണെങ്കിൽ വ്യൂ ഫൈൻഡർ കൂടെ ഒന്ന് നോക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കാം. അവിടെ ചില ഗ്രാമങ്ങളിലെ, ഞാൻ പോകുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിൽ വണ്ടിയെ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമങ്ങളിൽ നിർത്തി കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കണം. അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിർത്തി ഷോട്ട് എടുത്തു. അപ്പോൾ ഗ്രാമം റോഡിൽ നിന്ന് ഇത്തിരി അകലെ ഒരു കുന്നിൻ്റെ ചെരുവിലാണ്. അപ്പോൾ ഞാനവിടെ ഇറങ്ങി അങ്ങോട്ട് പോയാൽ നാട്ടുകാർ വഴക്കുണ്ടാക്കുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട്, കാരണം ചില ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം രാജ്യം, അപ്പോൾ അവിടെ ഈ വീടുകളിലേക്കൊക്കെ ഇടിച്ച് കയറി ചെല്ലുന്നൊരു പരിമിതിയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ എൻ്റെ ഇങ്ങോട്ട് നടന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട്, അപ്പോൾ എൻ്റെ ഡ്രൈവറുണ്ട് കൂടെ, അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്യും എനിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ഇവരെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇവർ വന്നപ്പോൾ ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു, കാരണം വെറുതെ ഉടക്കുണ്ടാക്കണ്ട, ഇവർക്ക് ഫ്രണ്ട്ലി ആയെന്ന് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിരിച്ചപ്പോൾ ഈ സ്ത്രീ എൻ്റെ അടുത്ത് ചോദിച്ചു, വാ വന്നൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇത് അവരുടെ ഭാഷയിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈവറാണ് പറഞ്ഞത് ചായ കുടിക്കാൻ ചെല്ലാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്നെ വാൺ ചെയ്യുന്നുണ്ട്, വാ നമുക്ക് പോയേക്കാം ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ചായ കുടിക്കാൻ വിളിച്ചില്ല, നമുക്ക് പോവാം പറഞ്ഞിട്ട് ഞാൻ കിട്ടിയൊരു അവസരം എന്ന് വെച്ചിട്ട് ഇടിച്ച് കയറി. ഞാൻ ഈ അമ്മൂമ്മയുടെ പുറകെ നടന്നു. അവർ അടുത്ത വീട്ടിലെല്ലാം പറഞ്ഞു, ഇതേ അപ്പം ഈ ഡ്രൈവർ പറഞ്ഞു കൊടുത്ത് ഇന്ത്യയിൽ നിന്നാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ അമ്മൂമ്മ അടുത്തുള്ള വീട്ടുകാരോടെല്ലാം പറയുന്നു, ഇന്ത്യയിൽ നിന്ന് വന്നയാളാണ് എൻ്റെ വീട്ടിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആഘോഷപൂർവ്വം വീട്ടിൽ കൊണ്ടുവരുന്നു. അവിടെ അന്ന് വൈകിട്ട് ഇവർ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മുടെ വീട്ടിലെ പോലെ വൈകിട്ട് ചോറ് ചപ്പാത്തി ഇങ്ങനെയൊന്നും സാധനം ഉണ്ടാക്കില്ല. ഇവർ ഒരു തരം ബ്രെഡ് ഉണ്ടാക്കി അങ്ങ് വെച്ചേക്കും. അതിലൊരു ബ്രെഡായിരിക്കും ചിലപ്പോൾ അന്ന് വൈകിട്ട് ആ കുടുംബാംഗങ്ങളുടെ എല്ലാം ഭക്ഷണം, മനസ്സിലായില്ലേ? പിന്നെ എന്തെങ്കിലും ചെറിയ സൈഡ് ഡിഷ് പോലത്തെ ചെറിയ സാധനം കാണും, അതുണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടാവും. സാധാരണ ദരിദ്ര വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ഒരു ഉത്തരത്തിലാണ് ഈ പുതിയതായിട്ട് ഈ സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്, വൈകിട്ട് കഴിക്കാനുള്ള സാധനം. അപ്പോൾ ഇവർക്ക് പിന്നെ വെപ്രാളമായി, എന്ത് തരും. ഇപ്പം ഒരു സൂഫ എന്ന് പറയുന്ന ഒരു കട്ടിൽ പോലെ വലിയൊരു കട്ടിലാണ്, അതാണ് തിണ്ണലിട്ടിരിക്കുക. അതെല്ലാം കയറി ഇത് ചമ്പ്രം പടിഞ്ഞാണ് ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക എല്ലാവരും. അപ്പോൾ എന്നെ അവിടെ പിടിച്ചിരുത്തി, എന്നിട്ട് എൻ്റെ കൈയൊക്കെ കഴിയിച്ചു. ഒരു നമ്മുടെ നാട്ടിലെ കിണ്ടിയൊക്കെ പോലത്തെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തന്ന് കൈ കഴിക്കും, ഇരിക്കാൻ പറയും. പിന്നെ ഇവർ ആ വീട്ടിലുണ്ടായിരുന്ന ഈ ബ്രെഡ് മുഴുവൻ എടുത്ത് വെക്കുന്നു. പിന്നെ അടുത്ത വീട്ടിൽ പോയിട്ട് കുറേ പഴങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു. സൽക്കരിച്ച് തീരുന്നില്ല. എന്നിട്ട് ഭക്ഷണം എല്ലാം തന്നു. അവസാനം ഈ കഴിക്കാതിരുന്നാൽ അവരെ അവമാനിക്കുന്നതിനില്ല. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു വിളമ്പിയ സ്ഥിതിക്ക് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കഴിച്ചു, ഇറങ്ങി പോരാൻ നേരത്ത് ഇവർ പറഞ്ഞു ഒരു കാര്യം കൂടി ചെയ്യണം. എന്നിട്ട് എന്നെ വിളിച്ച് കൂടെ നിർത്തിയിട്ട് ഇവർ പ്രാർത്ഥിക്കണം ഇവർക്ക്. അപ്പോൾ എൻ്റെ തുടർന്നുള്ള യാത്ര സുരക്ഷിതമാകാനും വീട്ടിലിരിക്കുന്നവർക്ക് നല്ലത് വരാനൊക്കെ വേണ്ടിയിട്ട് ഇവരൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് യാത്രയാക്കുന്നത്. അപ്പം ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ വീട്ടിൽ ചെന്നല്ലേ, അപ്പോൾ ഇത്രയും ഇവർ തീർക്കുകയും ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണ്, അവിടുത്തെ ആപ്രിക്കോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആപ്രിക്കോട്ട് പഴം ഈ വഴിയിലെല്ലാം വിരിക്കാൻ വെക്കും, ഈ കൂടക്കകത്താക്കി ഇങ്ങനെ വെച്ചിരിക്കും റോഡിൽ. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ കൂട ഈ ആപ്രിക്കോട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു അതിങ്ങ് എടുത്തുകൊണ്ട് പോവാ, അത് ഇവർക്ക് കൊടുക്കാം. അങ്ങനെ ഈ ഡ്രൈവർ ഇത് കൊണ്ടുവന്നു. ഈ ആപ്രിക്കോട്ട് ഒരു കൂട ഉണ്ടായിരുന്നത് ഞാൻ ഇവർക്ക് കൊടുത്തു. പിന്നീട് എനിക്ക് മനസ്സിലാവും അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. അവരുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു അതിഥി ഒരു സമ്മാനം കൊണ്ട് വന്നാൽ അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുത്ത് വിടണം. അയ്യോ, ഞാൻ തിരിച്ച് വണ്ടിയിൽ ചെല്ലുമ്പോൾ ഇവരെവിടെ നിന്നൊക്കെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ 2 കൂട ആപ്രിക്കോട്ടും കുറേ പഴങ്ങളും മറ്റു പഴങ്ങളും എല്ലാം കൂടെ വണ്ടിക്കകത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു.
അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഈ ഉൾനാടുകളിലെ ഗ്രാമീണ മേഖലയിലെ നമ്മൾ വിവരമില്ലാത്തവരെന്ന് കരുതുന്ന റിമോട്ട് ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ സ്നേഹവും ആതിഥ്യ മര്യാദകളും ഒക്കെ ഞാൻ ഏത് രാജ്യത്തു നിന്നാണെന്നോ എൻ്റെ മതവിശ്വാസം എന്താണെന്നോ എൻ്റെ രാഷ്ട്രീയം എന്താണെന്നോ ഒന്നും അറിയത്തില്ലാത്ത ഒരു അമ്മൂമ്മ. ആ അമ്മൂമ്മ മാത്രമല്ല, അപ്പോഴത്തേക്ക് ആ വീട്ടുകാരെല്ലാം വന്നു, അടുത്ത വീട്ടുകാർ വരുന്നു, ഇയാളുടെ മകൻ വരുന്നു, മകനാണ് കൈയൊക്കെ കഴുകിക്കുന്നത്, വെള്ളമൊക്കെ ഒഴിച്ചു തരുന്നത്. അപ്പം ഇവരുടെ ഒരു അതിഥി എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ അതിഥിയാണ് ഞാൻ. പിന്നെ അതാ ഞാൻ ആലോചിക്കുന്നത്, ആ അമ്മ സന്തോഷേട്ടനെ മറന്നിട്ടുണ്ടെങ്കിലും ജീവിതകാലം മുഴുവൻ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ പലയിടത്തും ഇപ്പം ഞാൻ എത്യോപ്യ ചെല്ലുമ്പോഴാണെങ്കിലും ജിബൂട്ടിയിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ വൈൽഡാണ്. മീൻസ് ഈ ഒട്ടും എക്സ്പോഷർ ഇല്ലായ്മ വരുമ്പോൾ വലിയൊരു പ്രശ്നം വരും. എല്ലാവരും പേടിയാണ്, ക്യാമറ കാണുമ്പോൾ പേടി. ക്യാമറയായിട്ട് നമ്മളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസം അന്ധവിശ്വാസമാണത്. ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആയുസ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് എറിയും. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കും. എനിക്ക് കുറേ ഏറൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ജിബൂട്ടിയിലൊക്കെ വെച്ചിട്ട്. കുറേ കഥകളുണ്ടെന്ന് അറിയാം, ജീവനം കൊണ്ട് ഓടി കുറേ കഥകളുണ്ട്. പക്ഷെ ഏറ്റവും പേടിച്ച നിമിഷം എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സത്യത്തിൽ എനിക്ക് ഈ ഞാൻ സഞ്ചാരത്തിനിടയിൽ രക്ഷപ്പെടില്ല എന്നുള്ളൊരു തോന്നൽ, അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സഞ്ചാരത്തിനിടയിൽ ഞാൻ ഏറ്റവും വലിയൊരു അപകടത്തെ ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതൊരു വിചിത്രമായൊരു മൈൻഡ് സെറ്റ് ആയിരിക്കാം ചിലപ്പം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിമാനത്തിൽ പോകുമ്പോൾ യു വോണ്ട് ബിലീവ് എൻ്റെ മടിയിൽ ക്യാമറ ഉണ്ടാവും. ഞാൻ പ്രതീക്ഷിക്കുന്നതറിയോ, ചിലപ്പോൾ ഇതെൻ്റെ അവസാനത്തെ വിമാനയാത്രയായിരിക്കും. ഇത് താഴോട്ട് വീഴുകയാണെങ്കിൽ ഞാൻ ആ ഷോട്ട് എടുക്കണം, അതിനെൻ്റെ മടിയിലിരിക്കണം ക്യാമറ. വിചിത്രമായൊരു ചിന്തയായിരിക്കാം. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു സഞ്ചാരത്തിന് യാത്ര പുറപ്പെടുമ്പോൾ, കാരണം അന്ന് പണ്ട് യാത്ര ചെയ്യുമ്പോൾ അൺസർട്ടനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇന്ന് അത്ര അൺസർട്ടനിറ്റി ഒന്നുമില്ല, യാത്ര വളരെ, പക്ഷേ അന്ന് തുടങ്ങിയൊരു ശീലമാണ്. ഞാൻ എൻ്റെ മേശയിൽ ഞാൻ ഈ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ എന്തൊക്കെ നടക്കണം, എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണമെന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടാണ് പോവുക. തിരിച്ചു വന്നു കഴിയുമ്പോൾ അത് വലിച്ചെറി ഞാൻ കളയും, അല്ലെങ്കിൽ കത്തിച്ച് കളയും. പക്ഷേ ഓരോ യാത്രയ്ക്ക് മുമ്പ് ഞാൻ ഒരു പകുതി ഞാൻ തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയും സഞ്ചാരത്തിനിടയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതൊരു വല്ലാത്ത മൈൻഡ് സെറ്റ്. അതുകൊണ്ടാണല്ലോ സ്പേസിൽ പോകാൻ എനിക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റിയത്. ഏറ്റവും രസകരമായ കാര്യം, ഈ സ്പേസ് യാത്രയ്ക്ക് ഞാൻ പോകുന്നു എന്ന വിവരം ഞാനും എൻ്റെ ഈ സുഹൃത്ത്, ഞാൻ പറഞ്ഞല്ലോ ഫെലിക്സ് എന്ന് പറഞ്ഞ സുഹൃത്ത്, പിന്നെ എൻ്റെ ബ്രദർ, എൻ്റെ ഇളയ ബ്രദർ, അവനും ഇവിടെ ഞാനിങ്ങനെ ഇതിൻ്റെ അടുത്ത ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ സഫാരിയിലെ രതീഷിന് തലേ ദിവസം അറിയാമായിരുന്നു. വേറെ ഒരാൾക്കും, എൻ്റെ കുടുംബാംഗം പോലും അറിയില്ലായിരുന്നു, വേറെ ആർക്കും, എൻ്റെ വൈഫിന്, എൻ്റെ ഫാദറിന്. അപ്പം ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ലാത്തൊരു ചർച്ചയോ ഒരു പേടിയോ ഭയമോ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതൊന്നും അങ്ങനെ പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവണമെന്നുമില്ല. പക്ഷേ ഞാനിത് പറഞ്ഞപ്പോഴാണെന്നറിയോ, ഇത് ഡൽഹിയിൽ നിന്ന് ഈ ന്യൂസ് പുറത്തു പോയി. ഈ ഫെലിക്സ് അത് എങ്ങനെയാണെന്ന് കൃത്യം ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പക്ഷേ ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചു. മനോരമ, ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് ആദ്യം വിളിച്ചു, പിന്നെ മനോരമയെന്ന് വിളിച്ചു, പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പുറത്തായി. അപ്പോൾ എല്ലാവരും വിളിച്ച് അന്ന് അഭിമുഖങ്ങൾ എടുക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവരും വിളിക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് നാളെ മിക്കവാറും പത്രത്തിൽ ഇതുണ്ടാവും. ഞാനതുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ അന്ന് രാത്രി ഞാൻ വീട്ടുകാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. നാളെ ഇങ്ങനെ ഒരു വാർത്ത വരാൻ സാധ്യതയുണ്ട്. സന്തോഷം. ഇപ്പോൾ യു ആർ ട്രാവലിംഗ് എബ്രോഡ്, അത് ഇറ്റ്സ് എ ഗിവൻ. പക്ഷേ ഇതിനപ്പുറം ഒരു സ്പേസ് ടൂറിസ്റ്റ് എന്ന നിലയ്ക്കും you have been recognized and you've been chosen to be one of the travelers. Of course, അതിൽ മണി ഇൻവോൾവ് ആണ്. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു ഡ്രൈവ്, ഒരു വിഷനാണ്. എന്താണ് ആ വിഷൻ? വാട്ട് ഇസ് ദാറ്റ് വിഷൻ ഫോർ യു? ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ആസ് എ ട്രാവലർ, രണ്ട് ആസ് എ മീഡിയ പേഴ്സൺ. എൻ്റെ ഈ രണ്ട് പർപ്പസ് സെർവ് ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ശരിക്കും സ്പേസ് ട്രാവൽ. അതാണ് എന്നെ ആകർഷിക്കുന്ന ഘടകം. സ്പേസ് ടൂറിസം എന്ന് പറഞ്ഞാൽ കോമൺ മാനിന് സ്പേസിൽ പോകാൻ പറ്റുന്ന പ്രോജക്റ്റാണ്. ഐ എം ഓൾസോ എ കോമൺ മാൻ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഞാനല്ലേ പോകേണ്ടത്. ഇത്രയും ലോകരാജ്യങ്ങളുടെ പോയി നിന്നിരിക്കുന്ന ഞാൻ സ്പേസിലേക്ക് ഒരു സാധാരണക്കാരന് പോകാൻ ആവശ്യത്തോടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കണം ആദ്യം പോകേണ്ടത്. അപ്പം ഞാൻ തിരിച്ച് വല്ലാത്തൊരു വാശി തന്നെയാണ്. കാരണം അത് ഞാൻ ഈ പണിയെല്ലാം നടത്തുകയും വേറൊരുത്തൻ സ്പേസിൽ ആദ്യം പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തിക്കൊണ്ടാ പോരെ. അപ്പൊ ഇതിന്റെ കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു സ്റ്റെപ്പ് കവർ ചെയ്തു. ഞാൻ കണ്ടത് സീറോ ഗ്രാവിറ്റി. പല സ്റ്റെപ്സും കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ അവസാന സ്റ്റെപ്പിൽ ഇനി ഒരു ട്രെയിനിങ്ങും കൂടെ, ഇത്രയും ഡിലേ ആയതുകൊണ്ട്, കുറച്ച് ഡിലേ ആയി പ്രോജക്റ്റ്. ആ ഡിലേ ആയതുകൊണ്ട് ഇനി വീണ്ടും 1-2 ട്രെയിനിങ് കൂടെ അണ്ടർഗോ ചെയ്യേണ്ടതുണ്ടാവും. അതർവൈസ് ഓൾ സെറ്റ്. പക്ഷേ സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ, അതെ, അതെങ്ങനെയായിരുന്നു? സീറോ ഗ്രാവിറ്റി വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, വിമാനയാത്ര ചെയ്തിട്ടുള്ള ആളുകളോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. വിമാനം ഇടയ്ക്ക് എയർ പോക്കറ്റ് വീഴുമല്ലോ, അപ്പോൾ തോന്ന് താഴേക്ക് അങ്ങ് പോകില്ലേ.
ഈ താഴേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ആന്തരികത്തേക്ക് കയറുമല്ലേ, അത് കുറേ മണിക്കൂർ നീണ്ടുന്നത് എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സീറോ ഗ്രാവിറ്റി. നമ്മൾ എത്ര നേരം അനുഭവിച്ചാലും സംഭവിക്കാൻ പോകുന്നത് ഏകദേശം. ആൾക്കാർ ഛർദ്ദിക്കുകയും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ സീറോ ഗ്രാവിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ കാണുന്ന മാതിരി ഒരു എക്സ്പീരിയൻസ് അല്ല, ഇറ്റ്സ് ആക്ച്വലി പുഷിംഗ് യു ടു ദ ലിമിറ്റ്. അതായത് ഇതിൻ്റെ ഒരു ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു റോളർ കോസ്റ്ററിൽ റൈഡ് ചെയ്ത് ഇങ്ങനെ കുത്തനെ താഴേക്കും തലകറങ്ങിയൊക്കെ വരുന്ന എക്സ്പീരിയൻസ് ഇല്ലേ, ഇതൊക്കെ നിങ്ങൾ കാശ് കൊടുത്തല്ലേ ചെയ്യുന്നത്? അപ്പം ചില പ്രശ്നങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങും. അതിലൊന്നാണ് ഈ സീറോ ഗ്രാവിറ്റി. ഇത്രയും വലിയൊരു എൻ്റർപ്രൈസ് നടത്തുന്ന ഒരു വ്യക്തിയോട് ചോദിക്കട്ടെ, ആസ് എ ബിസിനസ് പേഴ്സൺ, വാട്ട് ഈസ് ദറ്റ് വൺ തിങ് ദാറ്റ് യു ഓൾവേസ് ഫോക്കസ് ഓൺ? നമ്മുടെ മനസ്സിൽ നമ്മുടെ കുറച്ച് വാല്യൂസും പ്രിൻസിപ്പിൾസും ഉണ്ടായിരിക്കും, ബട്ട് അതർ ദാൻ ദാറ്റ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേഴ്സണൽ ഫിലോസഫി ഉണ്ടെങ്കിൽ അബൌട്ട് ബിസിനസ്, അതെന്തായിരിക്കും? ക്വാളിറ്റി എന്ന് പറയുന്നതിൻ്റെ കാരണം, ഏറ്റവും പ്രധാന കാര്യം, ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ ആസ്വദിക്കുന്നതായിരിക്കും. എനിക്ക് ആസ്വദിക്കാനോ എനിക്ക് ഉപയോഗിക്കാനോ കഴിയാത്ത ഒരു സാധനം ഞാൻ മാനുഫാക്ചർ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ കസ്റ്റമർക്ക് കൊടുക്കില്ല. അത് കാരണം ഒരു കാശുണ്ടാകാൻ വേണ്ടി മാത്രം ഒരു പണി ഞാൻ ചെയ്യാറില്ല. ആൾക്കാർ പൊതുവേ ട്രെഡ് ചെയ്യുന്ന ഒരു പാത്തിലൂടെയാണ് അല്ല ദാറ്റ് യു ഗോ. എനിക്കൊട്ടും ഇഷ്ടമില്ല അത്. അതിലൊത്തിരി ചാലഞ്ചസ് ഉണ്ട്, അതിലൊത്തിരി സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാറില്ലേ? ഉണ്ടാകും. അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? കാരണം നമ്മൾ ലോകത്തെല്ലാവരും പറയണം അയ്യോ ചെയ്യല്ലേ ഇത് പൊളിയാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴും ഈ ഒരു ആത്മവിശ്വാസം, ഈ ഒരു കോൺഫിഡൻസ് ദാറ്റ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു ഡൗട്ട്, ക്വസ്റ്റ്യനിങ്, സെൽഫ് ക്വസ്റ്റ്യനിങ്, ഇതൊന്നും സംഭവിക്കാറില്ലേ? അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റണം. ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് കുറേ പൈസയല്ല. ഇപ്പം ഞാനൊരു ആംബിയൻസ് പോലും ആസ്വദിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് കാക്കനാട് ഒരു മീഡിയ അക്കാഡമി പ്ലസ് സ്റ്റുഡിയോ കോംപ്ലക്സ് ഞാൻ പണിതിട്ടുണ്ട്. ഈ സ്റ്റുഡിയോ കോംപ്ലക്സ് പണി പൂർത്തിയായി അതിൻ്റെ ഓപ്പറേഷനിലാകുന്നിടം വരെ കുറേ വർഷങ്ങൾ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഞാൻ എൻ്റെ ആർക്കിടെക്ട്സിൻ്റെ ഓഫീസിൽ ആ കാലത്ത് പണി നടക്കുമ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം പോയിരുന്ന് അതിൻ്റെ ഓരോ എലമെൻസും എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയിട്ടേ ഞാൻ പണിയുള്ളൂ. കാരണം അതിൻ്റെ കളർ സ്കീം, അതിൻ്റെ ഒരു അപ്പിയറൻസ്, ഇതിന് ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് കണ്ടപ്പോൾ 140ഓളം രാജ്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ഞാൻ വാൾട്ട് ഡിസ്നിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയിട്ടുണ്ട്, ഡിസ്നി വേൾഡിൽ പോകുന്നുണ്ട്, ഞാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്, ഞാൻ റഷ്യയിലെ മോസ് ഫിലിമിൻ്റെ ആസ്ഥാനത്ത് പോയി ഒരാഴ്ച താമസിച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡിയോ ഡിസൈൻ ചെയ്യുന്നത്. ലോകത്തിലെ റിച്ചാർഡ് ബ്രാൻസനൊപ്പമാണ് ഞാൻ വർഷത്തിൽ 2 തവണ സ്പെൻഡ് ചെയ്യുന്നത്. മീൻസ് അദ്ദേഹത്തിൻ്റെ സ്പേസ് ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിലെ ആദ്യത്തെ പൈനിയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെ വർഷത്തിൽ 2 തവണ പുള്ളി വിളിച്ചു വരുത്തും, ഗസ്റ്റായിട്ട് ഓണർ ചെയ്യും. അദ്ദേഹത്തിൻ്റെ നെക്ക് ഐലൻഡിലോ അല്ലെങ്കിൽ കാലിഫോർണിയയിലെ മൊഹാവി ഡെസേർട്ടിലെ മരുഭൂമിയിലുള്ള ക്യാമ്പിലോ ഒക്കെയാണ് ആഘോഷങ്ങൾ. ഞാൻ കാണുന്നത് ഇവരെ പോലുള്ള ലെജൻസിനെയാണ്. ഐ കനോട്ട് ബി ജസ്റ്റ് എ മലയാളി. ഇവരൊക്കെ സ്വപ്നങ്ങൾ വിതച്ചിട്ട് കാശ് ഇങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തവരല്ല. ഇവർ ചെയ്തതിൽ നിന്നുള്ള, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, റിച്ചാർഡ് ബ്രാൻസൺ ഓരോ കാര്യം സ്പേസ് ടൂറിസം എന്നുള്ള പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പം അതിന് എത്ര പൈസ കിട്ടും എന്നുള്ളത് നോക്കിയിട്ടായിരിക്കുമോ ചെയ്തിട്ടുണ്ടാവുക? എലോൺ മസ്ക് ഓരോ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പം ഇപ്പം ട്വിറ്ററിൽ നിന്നുള്ള കാശ് എത്ര കിട്ടും നോക്കിയിട്ടൊന്നുമല്ല അയാൾ എടുക്കുക. അതിനെ എങ്ങനെ വേറൊരു ട്വിറ്റർ ആക്കാമെന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അതുപോലെ അയാളുടെ പല പ്രസ്ഥാനങ്ങൾ ഇതുപോലെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാവരും പോയ വഴിയിലേ പോകാൻ വളരെ എളുപ്പമാണ്. അതിനാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 3.25 കോടിയിലധികം ആളുകൾ ശ്രമിക്കുന്നത്. നമ്മളതിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. ചെയ്യുന്നത് നമ്മളുടെ പെർഫോമൻസ് കൊണ്ടാണ്. നമ്മൾ വരുന്ന തലമുറകൾക്കുള്ള വഴിയാണ് ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോഴേ നമുക്ക് വ്യത്യാസമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെന്തിനാ എങ്ങനെ ജീവിക്കുന്നത്? ഞാൻ ജീവിച്ച എൻ്റെ മരങ്ങാട്ടുപള്ളി ഗ്രാമത്തിൽ കുറേ വർഷങ്ങൾ, അല്ലെ കേരളം തന്നെ എടുത്തോളൂ, കേരളത്തിൽ ഈ കാലത്തിനിടയ്ക്ക് 2022 ഈ നവംബർ മാസത്തിന് മുമ്പ് വരെ എത്ര കോടി ജനങ്ങൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടാവും? കണക്കില്ലല്ലോ നമുക്ക്, ഇല്ലേ? എത്രയോ കോടി ആളുകൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടാവും. ഇതിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന പേരുകൾ എത്ര കോടിയുണ്ട്? ലക്ഷം പോലും ഉണ്ടാവില്ല. കൂടിപ്പോയ കേരളത്തിൽ 1000 പേരെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുള്ളൂ. ഈ 1000 പേരെ ഈ മരിച്ചുപോയ കോടാനുകോടി ആളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? They did something different. Absolutely.
അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഒരു 8-10 കൊല്ലമെങ്കിലും ഈ പറഞ്ഞ ആളുകളുടെ ലിസ്റ്റിൽ ഉണ്ടാവണം. That's the purpose and meaning that you have given to your life. എന്ന് പറയുന്നത് ശരിയാണോ? നമ്മളെ നാട്ടിലെ പശുവും പൂച്ചയും പട്ടിയും ഒക്കെ ചത്തു കഴിയുമ്പോൾ വിസ്മൃതിയിലായി പോകുന്നുണ്ട്. അതുപോലെ ആവേണ്ടതല്ല മനുഷ്യൻ്റെ ജീവിതമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലർ 1000 വർഷമൊക്കെ ഓർമ്മിക്കപ്പെടും, ചിലത് 10,000 വർഷം ഓർമ്മിക്കപ്പെടും. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ എത്ര കൊല്ലമായി? അതെ. അല്ലെങ്കിൽ അതിനു മുമ്പുള്ള എത്രയോ ആളുകൾ, പല ക്ലിയോപാട്ര, അല്ലെങ്കിൽ ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിച്ച പല തുതുഖാമോൻ എന്ന് പറയുന്ന ഒരാൾ 5000 വർഷമായി മറ്റോ അയാൾ മരിച്ചിട്ട്, BC 2000 മറ്റാണ് അദ്ദേഹം മരിക്കുന്നത് എന്നാൽ എൻ്റെ ഏകദേശം ഓർമ്മ. തുതുഖാമോൻ എന്ന പേര് ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ടാ, ഒരു പിരമിഡ് പണിത് എൻ്റെ പേരില്ല. പക്ഷേ ഈ പോസ്റ്ററിറ്റി റിമെമ്പറൻസ് ഫോർ എവർ എൻ്റെ പുറകിൽ നമ്മൾ അതൊരു വിഷനായിട്ട് വെക്കുകയാണ്. നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു യു ഡോണ്ട് ഗെയിൻ എനിത്തിങ് വിതൗട്ട് ലൂസിങ് എനിത്തിങ്. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലോസ് യു ഹവ് ഹാഡ്? ഞാൻ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടും ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അത്യാവശ്യം കാൽക്കുലേഷൻ നടത്തുന്ന ഒരാളാണ്. ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചു. അതായത് വരുന്ന പൈസക്കല്ലാതെ ഞാൻ ഒത്തിരി കടം മേടിച്ച് ഒരു പണിയും ചെയ്യുന്ന ഒരാളല്ല. കടം വീട്ടലാണ് എൻ്റെ ഹോബി. എൻ്റെ ഒരു 10 വർഷം മുമ്പ് വരെ എൻ്റെ ഒരു പ്രധാന ജോലി ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള പണ്ട് മുതലുള്ള അറിയാമല്ലോ, അത് മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു. കാരണം ഈ കടം മേടിച്ചതിൻ്റെ പലിശ കൊടുത്ത ശീലമാണ് എൻ്റെ ബാല്യകാലത്തിന് മുഴുവൻ ഉള്ളത്. അപ്പം ഞാൻ അന്നെടുത്തൊരു തീരുമാനമുണ്ട്, ഞാൻ ആർക്കും പലിശയ്ക്ക് പൈസ കൊടുക്കാൻ പോകുന്നില്ല. 1, പലിശ മേടിച്ച് ഞാൻ ഇനി ജീവിക്കാനും പോകുന്നില്ല. 2, ഈ പലിശ കൊടുത്ത് മുടിയാനും പാടില്ല ഇനി. അതുകൊണ്ട് ഈ പറഞ്ഞ നമുക്ക് ഒരു പ്രോജക്റ്റ് നടക്കാൻ എത്ര പണം വേണം, അതിന് തുല്യമായ വരുമാനം ഉണ്ടാകുന്ന പദ്ധതികൾ നമുക്കുണ്ടാവണം. അത് നമുക്ക് ആസ്വാദ്യമായ മേഖലയിൽ നിന്ന് മതി. നമ്മുടേതായ ഇന്നോവേറ്റീവായ മേഖലയിലൊക്കെ അതിന് സാധ്യതയുണ്ട്. അതിനേക്കാൾ 10 ഇരട്ടിയും കൂടെ വരുമാനം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. 1 ഇരട്ടി പോലും ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അത് ഫീസിബിൾ ആണെങ്കിൽ, ബ്രേക്ക് ഈവൻ ആണെങ്കിൽ, ബ്രേക്ക് ഈവൻ +1 രൂപ കിട്ടിയാൽ ഐ എം ഹാപ്പി, ഐ എം സാറ്റിസ്ഫൈഡ്. പക്ഷേ റിലേഷൻഷിപ്സ്, പേഴ്സണൽ റിലേഷൻഷിപ്സ്, നമ്മുടെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ്, കാരണം ഇതിനും എല്ലാം 24 മണിക്കൂറല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് സഫർ ചെയ്യൂലേ? ഇല്ല. അതാണ് ഏറ്റവും രസം. ഇന്നലെ മുഴുവൻ എനിക്ക് പ്ലാനിംഗ് ബോർഡ് മീറ്റിംഗ് ആയിരുന്നു. ഞാൻ രാത്രി തിരിച്ചു വന്ന് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ ഓഫീസിൽ വന്നു, ഒരു എപ്പിസോഡ് സഞ്ചാരം എഡിറ്റ് ചെയ്ത് തീർത്തു. അത് കഴിഞ്ഞ് ഞാനൊരു 11:30 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി. 11:30 എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരും ഉറങ്ങില്ല. ഞങ്ങളൊക്കെ ഒരു മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരാണ്. 1 മണിക്ക് 1:30 ഉറങ്ങുള്ളൂ. രാവിലെ എൻ്റെ മോൻ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വരുന്നു, ഞങ്ങൾ കഥയൊക്കെ പറയുന്നു, എന്തായി കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, സി ഹൗ യു മാനേജ് യുവർ ടൈം എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം, ടൈം മാനേജ്മെൻറ്റ്. അപ്പം ഇതിനെല്ലാം സമയമുണ്ട് നമുക്ക്. നമ്മൾ പിന്നെ എവറി സൺഡേ കുറേ സമയം ഞാൻ എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്തിരിക്കും, ഞാൻ നാട്ടിലുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തതിൽ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓഫീസിലിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന വീട്ടിലിരുന്ന്, അപ്പോൾ ബെഡ്റൂമിലിരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ വൈഫ് ഇങ്ങനെ വീട്ടുവിശേഷങ്ങൾ ഒരു പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പക്ഷേ അയാൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഐ ആം വിത്ത് ഹർ, വിത്ത് മൈ ചിൽഡ്രൻ. പിന്നെ 2 വർഷത്തിൽ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് ഞങ്ങളൊരു വിദേശ യാത്ര പോയിരിക്കും, ഈ കോവിഡ് കാലത്തൊഴികെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ എപ്പോഴും നമ്മൾ ഷൂട്ടല്ലല്ലോ. ഇത്തരം ഒരു ആക്ച്വലി എ വെരി ഷോർട്ട് ജേർണി സന്തോഷേട്ടാ, ബട്ട് യു ഹാവ് ട്രാവൽഡ് സോ മച്ച്. ലിറ്ററലി അല്ല, ഇൻ ഓൾ സെൻസ് ഓഫ് ദ ടേം ഒരു വലിയൊരു ജേർണി തന്നെയാണ്, ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ടു ടുഡേ. വേർ ആർ യുവർ ഡ്രീംസ് നെക്സ്റ്റ്? വേർ ഡു യു വാണ്ട് ടു ഗോ ടു നെക്സ്റ്റ്? എനിക്ക് കുറേ ഡ്രീംസും കൂടെ അവശേഷിക്കുന്നുണ്ട്. സ്പേസും അടുത്ത് തന്നെയാണ്. സ്പേസ് എൻ്റെ ഒരു വലിയ ഒരു ഡ്രീമൊന്നുമല്ല, ദാറ്റ്സ് എ ജോക്ക്, ഒരു തമാശ. അത്രേ ഉള്ളൂ. അത് ഇതിനിടയ്ക്കുള്ളൊരു തമാശ മാത്രമാണ്, അല്ലാതെ അതൊരു ഡെസ്റ്റിനേഷനോ അതെൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രധാന ലക്ഷ്യസ്ഥാനമോ ഒന്നുമല്ല. എനിക്ക് വേറെ കുറേ സംരംഭങ്ങളെക്കുറിച്ചാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതായത് അതിലൊരെണ്ണം ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ എൻ്റെ ചാനലിലൂടെയൊക്കെ നാളത്തെ കേരളം എങ്ങനെയാവണം, നാളെ ഇന്ത്യ എങ്ങനെയാവണം, നമ്മുടെ പുതിയ തലമുറയെ എങ്ങനെ നമ്മൾ ഫോം ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും വരുന്നുമില്ല. നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടില്ലേ,
നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ യഥാർത്ഥ ജീവിതവുമായിട്ടൊരു ഗ്യാപ്പ് എപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് ഇല്ലേ? തീർച്ചയായിട്ടും. ഇല്ലേ? എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ആരും ഫില്ല് ചെയ്യാത്തത്? അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതും തിയറി ആയിട്ട് പഠിച്ചതും എന്നാൽ യഥാർത്ഥത്തിൽ ജീവിതം വിജയിക്കാൻ വേണ്ട സാധനവും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. അപ്പോൾ ഈ ജീവിതം വിജയിക്കുന്ന ഒരു കോഴ്സ് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കില്ലേ? നിങ്ങൾ ഈ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് സിമ്പിളായിട്ട് ഫിനിഷ് സ്കൂൾ എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പം നമ്മളുടെ യങ്ങർ ജനറേഷനെ വലിയ ചിന്തകളും വലിയ സ്വപ്നങ്ങളും വലിയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും ആക്കുന്ന ഒരു കേന്ദ്രം വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതായത് ഏത് മഹത്തായ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവനും ജീവിതത്തിൽ വിജയിപ്പിക്കുന്ന ടെക്നിക്കുകൾ കൂടെ പഠിപ്പിച്ചു വിടുന്ന ഒരു വർഷം ഒരു കുറച്ച് നാളുകളുണ്ടെന്നിരിക്കട്ടെ. ഈ ജീവിതത്തിനെ വിജയിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് സന്തോഷേട്ടൻ ഓഥർ ചെയ്യുകയാണെങ്കിൽ അതിലെ ഒരു മന്ത്രം എന്തായിരിക്കും? ഒന്ന്, നിങ്ങൾ എന്തിനെയെങ്കിലും സ്നേഹിക്കാൻ പഠിക്കണം. അത് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഡ്രീമിനെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ആദ്യം ഡ്രീം ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ അതിനെ സ്നേഹിക്കാൻ തുടങ്ങണം. നമ്മളുടെ ചെറുപ്പക്കാർക്ക് പറ്റുന്ന ഒരു കുഴപ്പം, ഒന്ന് ഡ്രീം ഉണ്ടാവുന്നില്ല, രണ്ട് ആ ഡ്രീമിനെ സ്നേഹിക്കേണ്ട എങ്ങനെയെന്ന് അറിയില്ല. ജീവിതത്തിൽ വലിയ വിജയം നേടിയ എല്ലാ ആളുകളും അവർക്ക് കൃത്യമായൊരു ഡ്രീം ഉണ്ടായിരുന്നു. ആ ഡ്രീമിനെ അവർ മറ്റെന്തിനേക്കാൾ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രീം എന്താണെന്ന് എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചതിന് ഒരു ബിഗ് താങ്ക് യു. നമുക്കൊരു ചെറിയ ഗെയിം കളിക്കാം കേട്ടോ. ഇനി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും കളിച്ചിട്ടില്ലാത്ത സാധനമാണിത്. ഒരു കാർഡ് ഗെയിമാണ്. ഞാൻ ഫോർ ദ ഫസ്റ്റ് ടൈം കുറച്ച് ടെൻസ്ഡ് ആയിട്ട് കാണുകയാണ് കേട്ടോ ഇൻ ദി എൻറ്റയർ കോൺവെർസേഷൻ. ഗെയിം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിന് എൻ്റെ ബ്രദറിന് ഒക്കെ അറിയാം ഈ കാർഡ് ഗെയിമുകൾ. എനിക്ക് ഈ സാധനം അറിയില്ല. എനിക്കതിലെ ഈ കാർഡ് കളിക്കുമ്പോൾ ഉണ്ടല്ലോ അതിലെ ചിഹ്നങ്ങൾ പോലും എനിക്കറിയില്ല. അതൊക്കെ അപ്പം ഞാൻ ഈ ട്രെയിൻ യാത്രയിൽ അല്ലെങ്കിൽ ഈ വിദേശ യാത്രകളൊക്കെ നടത്തുമ്പോഴൊക്കെ ഈ മറ്റ് യാത്രികരൊക്കെ ബോറടിക്കും. ഇപ്പം ഞാൻ ട്രാൻസൈബീരിയൻ ട്രെയിൻ യാത്ര നടത്തി റഷ്യയിൽ. അപ്പോൾ ഈ ചില സ്റ്റേഷനിൽ ചെന്നിട്ട് വണ്ടി അടുത്ത എഞ്ചിൻ വന്നിട്ട് വേണം ഇതിനെ കൊണ്ടുപോകാൻ. അപ്പോൾ അതിനുവേണ്ടി മണിക്കൂറോളം കാത്തു കിടക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള സഹയാത്രികയൊക്കെ വട്ടത്തിൽ നിന്ന് ചീട്ട് കളിക്കാൻ തുടങ്ങും. എനിക്കിത് ഒരു എത്തും പിടിയും കിട്ടില്ല. ഇവർ പൊട്ടിച്ചിരിക്കുന്നു, ഒരുത്തിൻ്റെ പുറത്തടിച്ചിട്ട് പ്രശംസിക്കുന്നു. എന്തിനാ ഇവനെ പ്രശംസിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെന്തോ ഒരു കാർഡ് കിട്ടിയല്ല. അതുപോലെ ഒരാളാണ് ഈ ഇരിക്കുന്നത്. വലിയ വ്യത്യാസമില്ല. പക്ഷേ ദിസ് ഇസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ ഗെയിം. ഇതിലൊന്നുമില്ല. ഇത് കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകളിൽ നിന്നും മനസ്സിൽ പെട്ടെന്ന് വരുന്ന മെമ്മറി ആണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും ഷെയർ ചെയ്യുക. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ ചെയ്തതാണ്. ഹർ നെയിം ഇസ് വെനസ. സോ ഷീ കോൺട്രിബ്യൂട്ടഡ് ദിസ് ടു ദ ഷോ. അപ്പോൾ ഏതെങ്കിലും ഒരു കാർഡ് Yes. Yes. Pretty much sums up your life. എന്ത് ചാലഞ്ചസ് ഉണ്ടെങ്കിലും യു ഹാവ് ടേക്കൻ ഇറ്റ് അപ്പോൺ യു ആൻഡ് അതിനൊരു യെസ് ആക്കി മാറ്റിയില്ലേ? ഈ യെസ് എന്നുള്ള വേർഡ് വളരെ പവർഫുൾ ആയിട്ട് തോന്നാറുണ്ട്. അതോ ഡു യു തിങ്ക് നോ ഇസ് മോർ പവർഫുൾ? ഡിപ്പെൻസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് നോയാണ് കൂടുതൽ പവർഫുൾ എന്നാണ്. എന്ത് വേണ്ട എന്നൊരു മനുഷ്യൻ തീരുമാനിക്കുന്നിടത്ത് അയാളുടെ ജീവിതം മാറും. അതായത് പലർക്കും അറിയില്ല എനിക്ക് പറ്റാത്തതെന്ത്, എനിക്ക് വേണ്ടാത്തതെന്ത്, ഞാൻ ചെയ്യരുതാത്തതെന്ത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് വെരി റെലവൻറ്റ്. ഇനി ഒരു കാർഡും കൂടെ ആൻഡ് ദെൻ വി റാപ്പ് അപ്പ്. ഡു ഇറ്റ്. ഡു ഇറ്റ്. ഈ പലരും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ മാത്രം പറഞ്ഞിരിക്കും. നടക്കില്ല എന്ന് ആദ്യം തീരുമാനിക്കും. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴല്ലേ ഇതിന് പ്രശ്നമാണോ അല്ലോ എന്ന് തീരുമാനിക്കേണ്ടത്. ചെയ്തു കഴിഞ്ഞാൽ പലതും നമ്മൾ കരുതുന്ന പോലെയല്ല. നമ്മളങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയാൽ ഏത് പ്രശ്നത്തിൻ്റെയും 50% പ്രശ്നങ്ങളങ്ങ് മാറി നിൽക്കും. പിന്നെ അപ്പോൾ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടാവും. പിന്നെ പലത് ഹെൽപ്പ് ചെയ്യാൻ വരും. പിന്നെ അതൊരു സംഭവം ആയിട്ട് അങ്ങ് മാറും. അങ്ങനെയാണ് ഏത് കാര്യവും. നമ്മളൊക്കെ പലതും നടക്കില്ലെന്ന് ചിന്തിച്ച കാര്യങ്ങൾ തന്നെയല്ലേ വേറെ ആളുകൾ നടത്തിയത്, അല്ലേ? ഇപ്പം കേരളത്തിൽ ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. എത്രയോ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഒരു ആയുഷ് കാലത്ത് ഒരു 140 രാജ്യത്തൊക്കെ സഞ്ചരിക്കാൻ പറ്റില്ല എന്ന്. അതിപ്പോൾ എനിക്ക് നടത്താൻ പറ്റിക്കഴിഞ്ഞപ്പോൾ ഇനി ആർക്കും ചിന്തിക്കാമല്ലോ, അത് എനിക്കും വേണേൽ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളത്. ഇപ്പോൾ എത്രയോ ചെറുപ്പക്കാർ ഇപ്പോഴോ 10, 30, 40 രാജ്യങ്ങളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ ചുരുങ്ങിയ കാലം കൊണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു 10, 15 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഒരു 140, 150 രാജ്യത്തെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ. ട്രൈ ഇറ്റ്, ഡു ഇറ്റ്, സ്റ്റാർട്ട് ടുഡേ.
അപ്പോൾ ഇപ്പോഴത്തെ യൂട്യൂബേഴ്സിനെയും വ്ളോഗേഴ്സിനെയും ഒക്കെ കാണുമ്പോൾ അവരൊക്കെ ട്രാവൽ ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? വാട്ട് യു ഫീൽ? എനിക്കതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. അതിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ആചാര്യ മനോഭാവമാണ് എനിക്കുണ്ടാകുന്നത്. കാരണം ഇത് 25-26 കൊല്ലം മുമ്പ് നമ്മൾ അനുകൂലമൊന്നും അല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു വരുമാനവും യൂട്യൂബ് പോലൊരു ഗ്യാരണ്ടി ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സാധനം ചെയ്താൽ, ടെലിവിഷൻ പ്രോഗ്രാം ആക്കിയാൽ ഇത് വാങ്ങാൻ ആളില്ല എന്നറിഞ്ഞിരുന്നൊരു കാലത്ത് ജീവൻ പണയം വെച്ച് 25 കൊല്ലം പോയ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയിൽ വരുന്ന പിള്ളേർ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ യെസ്, ഞാനന്ന് തുടങ്ങിയത് ഇവരിത് നടത്തി തുടങ്ങിയല്ലോ. അപ്പം ഞാൻ തുടങ്ങിയൊക്കെ വിട്ടൊരു വഴി അല്ല, ഒരാൾ തുടങ്ങിയ വഴിയിലേക്ക് പിന്നെ അതിനെ ഫോളോ ചെയ്യാൻ നിരവധി ആളുകൾ വരുന്നു എന്ന് പറയുന്നതല്ലേ നമ്മുടെ വിജയം. അതാണ്, അല്ലാതെ നിങ്ങളെന്ത് ചെയ്തു എന്നുള്ളതല്ല നിങ്ങളുടെ വിജയം. നിങ്ങൾ തുടങ്ങിയൊരു വഴിയിൽ നിങ്ങളെ ഫോളോ ചെയ്യാൻ അനവധി ആളുകളുണ്ടാവുക എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. What an amazing thought you are leaving us with. Thanks so much for coming, Santosh. And ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കോൺവെർസേഷനാണിത്. ആൻഡ് ഇത് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കോൺവെർസേഷനാണ്. ഇതിന് സമയം കണ്ടെത്തിയതിന് വളരെ തിരക്കുള്ള ജീവിതമാണെന്നറിയാം. എന്നും എപ്പിസോഡ്സ് എഡിറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും ഒക്കെ ഉണ്ടെന്നറിയാം. പക്ഷേ ഇതിന് സമയം കണ്ടെത്തിയതിന് ഒത്തിരി നന്ദിയുണ്ട്. Anyway, thanks for you. Thanks for coming to the show. Thank you.